ഉചിതമല്ല. മാക്സിമം ഈ പറയപ്പെട്ട ഈ ഒരു 1 hour സെക്ഷനിലൂടെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, വർക്ക്ഔട്ട് ചെയ്യാം. കേരള PSC ഇതുവരെ ചോദിച്ചിട്ടുള്ള, ചോദിക്കാൻ സാധ്യതയുള്ള ഈ പറയപ്പെട്ട ഡയറക്റ്റ് പ്രസ്താവന ചോദ്യങ്ങൾ ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങളെ കമന്റ് രൂപത്തിൽ പാർട്ടിസിപ്പേഷൻ ചെയ്യുക കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. എടാ, ഒന്നാമത്തെ ചോദ്യം ഇതാണ്. എല്ലാവരും കാണാമെന്ന് വിചാരിക്കുന്നു. എനിക്ക് മാർക്ക് ചെയ്യാൻ സാധിക്കത്തില്ല, റീഡിംഗ് വ്യൂയിലാണ് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഒന്ന് സഹകരിക്കുക. നോക്കിക്കേ, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക എന്നതാണ് ചോദ്യം. നമുക്കറിയാം, ഈ പറയപ്പെട്ട PSC മത്സര പരീക്ഷകൾ ഇപ്പോൾ എടുത്ത് നോക്കിയാൽ കൂടുതലും പ്രസ്താവന ചോദ്യങ്ങളാണ്. അപ്പൊ ഒന്നാമത്തെ ചോദ്യം ഇതാണ്, താഴെ പറഞ്ഞതിൽ തെറ്റായ കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന, കേരളത്തിൽ എത്തിയ ആദ്യ ഇംഗ്ലീഷുകാരൻ ക്യാപ്റ്റൻ കീലിംഗ് ആണ്. രണ്ടാമത്തെ പ്രസ്താവന, 1617 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധികളായി ബ്രിട്ടീഷുകാർ കേരളത്തിൽ എത്തിയത്. മൂന്നാമത്തെ പ്രസ്താവന, 1636 കൊച്ചിയിൽ നിന്ന് ആദ്യമായി ഇംഗ്ലീഷുകാർ ഇംഗ്ലണ്ടിലേക്ക് കുരുമുളക് കയറ്റുമതി ചെയ്തത്. നാലാമതായി പറയുന്നു, ബ്രിട്ടീഷുകാർ കേരളത്തിൽ നിർമ്മിച്ച ആദ്യത്തെ കോട്ടയാണ് അഞ്ചുതെങ്ങ് കോട്ട. അപ്പൊ ഈ പറയപ്പെട്ട 4 പ്രസ്താവനകളിൽ തെറ്റായവ കണ്ടെത്തുക എന്നതാണ് ആദ്യ ചോദ്യം. അപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ ഈ പറയപ്പെട്ട പ്രസ്താവന വായിച്ചിട്ട് കമന്റ് ചെയ്യാം. ക്വസ്റ്റ്യൻ ക്ലിയർ ആണോടാ? ഓക്കെ ആണ്. അപ്പോ നിങ്ങളുടെ ഈ പറയപ്പെട്ട ആൻസറുകൾ കമന്റ് ചെയ്യാം. പറഞ്ഞോ, ഇതിൽ ഏതൊക്കെ പ്രസ്താവനകളാണ് തെറ്റായ പ്രസ്താവനകൾ? പറഞ്ഞോടാ, നിങ്ങൾ കമന്റ് ചെയ്യുന്നുണ്ടോ? തെറ്റായ പ്രസ്താവനകൾ. ആൻസർ റാൽഫിച്ച് അല്ലേ ക്യാപ്റ്റൻ? ഈ പറയപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ പറ, ഏതൊക്കെയാണ് ഇതിൽ തെറ്റായ പ്രസ്താവനകൾ എന്നാണ് ചോദ്യം. നമുക്ക് സംശയങ്ങൾ വേണ്ടി പിന്നെ ചോദിക്കാം. നിങ്ങളുടെ ആൻസർ അതാണ് എനിക്ക് വേണ്ടത്. ഈ ഒരു പ്രസ്താവന ചോദ്യം കിട്ടിയാൽ ഇതിൽ തെറ്റായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഇതിൽ 1, 2, 3, 4 പ്രസ്താവന കൊടുത്തു. അതിൽ ഏതൊക്കെ പ്രസ്താവനകൾ തെറ്റുന്ന രീതിയിലാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ ആൻസർ വരട്ടെ. വരുന്നില്ല. അപ്പോ ഞാൻ ഈ പറയപ്പെട്ട ആൻസറിലേക്ക് വരാം. നിങ്ങൾ ഈ പറയപ്പെട്ട ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോ ഇതിൽ ഈ പറയപ്പെട്ട പ്രസ്താവനകൾ, തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ 1ഉം 2ഉമാണ് ഇതിൽ തെറ്റായ പ്രസ്താവനകളായിട്ട് കടന്നുകൂടിയിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഒന്നാമത്തെ പ്രസ്താവനയും രണ്ടാമത്തെ പ്രസ്താവനയുമാണ് ഇതിൽ തെറ്റ്. 3ഉം 4ഉം ഇതിൽ ശരിയായ പ്രസ്താവനകളാണ്. ഇനി എന്താണ് ഇതിലെ തെറ്റെന്ന് നമുക്ക് പരിശോധിക്കാം. നോക്കിക്കേടാ, കേരളത്തിൽ എത്തിയ ആദ്യ ഇംഗ്ലീഷുകാരൻ ക്യാപ്റ്റൻ കീലിംഗ് ആണ്. നമുക്കറിയാം ഈ പറയപ്പെട്ട വസ്തുത. ഇതിൽ എന്താ തെറ്റ്? കേരളത്തിലേക്ക് എത്തിയ ആദ്യ ഇംഗ്ലീഷുകാരൻ ക്യാപ്റ്റൻ കീലിംഗ് ആണ്. ഇതിൽ എന്താ തെറ്റ്? നിങ്ങൾ ഒരു ഉദ്യോഗാർത്ഥി ചോദിക്കൂ, അത് മാസ്റ്റർ റാൽഫിച്ച് അല്ലേ? അത് കറക്റ്റ് ആണ്. മാസ്റ്റർ റാൽഫിച്ച് ആണ് അവിടെ വരേണ്ടത് അല്ലെ? കേരളത്തിലേക്ക് എത്തിയ അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് എത്തിയ ആദ്യ ഇംഗ്ലീഷുകാരൻ എന്ന് ചോദിച്ചാൽ അവിടെ എന്താണ് ആൻസർ? മാസ്റ്റർ റാൽഫിച്ച് ആണ്. അപ്പൊ ആ പറയപ്പെട്ട വസ്തുതയിലെ തെറ്റെന്താ? കേരളത്തിലേക്ക് എത്തിയ ആദ്യ ഇംഗ്ലീഷുകാരൻ എന്ന് വരേണ്ടത് ആരായിരുന്നു? മാസ്റ്റർ റാൽഫിച്ച് ആണ്. പക്ഷെ പ്രസ്താവന എന്താണ് വന്നത്? ക്യാപ്റ്റൻ കീലിംഗ് ആണ് അവിടെ വന്നത്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോടാ? അപ്പൊ ഈ പറയപ്പെട്ട ക്യാപ്റ്റൻ കീലിംഗിന് അല്ല അവിടെ വരേണ്ട ആരാ? മാസ്റ്റർ റാൽഫിച്ച് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ മാസ്റ്റർ റാൽഫിച്ച് ഇന്ത്യ സന്ദർശിച്ച വർഷം ഒന്ന് കമന്റ് ചെയ്യാമോടാ? മാസ്റ്റർ റാൽഫിച്ച് ഇന്ത്യ സന്ദർശിച്ച വർഷം പറയാമോ? കമന്റ് ചെയ്യാമോ? മാസ്റ്റർ റാൽഫിച്ച് ആദ്യമായി ഇന്ത്യ സന്ദർശിച്ച വർഷം. എടാ, വോയിസിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക്? വോയിസ് കേൾക്കാൻ പറ്റുന്നുണ്ടോ? എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ? 1980 ആണോ മാസ്റ്റർ റാൽഫിച്ച്? സോറി, ഓർമ്മ വരുന്നില്ല ഇയർ. എടാ, ഈ പറയപ്പെട്ട 1583 അറിയാത്ത ഫാക്ടുകൾ നിങ്ങൾ എഴുതിയെടുത്തോണം കേട്ടോ. 1583 മാസ്റ്റർ റാൽഫിച്ച് ഇന്ത്യയിൽ എത്തുന്നു. എടാ, ഈ മാസ്റ്റർ റാൽഫിച്ച് ഇന്ത്യയിൽ എത്തുമ്പോ അന്ന് ഇന്ത്യയുടെ ഭരണാധികാരി ആരാണ്?
അന്ന് ഇന്ത്യയുടെ ഭരണാധികാരി ആരാ? പറഞ്ഞേ. അന്ന് ഇന്ത്യയുടെ ഭരണാധികാരി ആരാ? പറഞ്ഞേ. മാസ്റ്റർ റാൽഫിച്ച് ഇന്ത്യയിൽ എത്തുമ്പോ ഇന്ത്യയുടെ ഭരണാധികാരി അന്ന് അക്ബറാണ്. അതായത് മുഗൾ സാമ്രാജ്യത്തിലെ ഭരണാധികാരി ആയിട്ടുള്ള അക്ബറിന്റെ കാലഘട്ടത്തിലാണ് ഈ പറയപ്പെട്ട മാസ്റ്റർ റാൽഫിച്ച് ഇന്ത്യയിൽ എത്തുന്നു. ഏത് വർഷം? 1583. നിങ്ങൾ മനസ്സിലാക്കണം, അദ്ദേഹം വ്യാപാര ആവശ്യങ്ങൾ മാത്രം മുൻനിർത്തി വന്നതല്ല, അദ്ദേഹം ഒരു സഞ്ചാരി ആയിട്ടാണ് ഈ പറയപ്പെട്ട ആര്, നമ്മുടെ മാസ്റ്റർ റാൽഫിച്ച് ഇന്ത്യ സന്ദർശിക്കുന്നു. ആ ഇന്ത്യ സന്ദർശിക്കുമ്പോ അന്ന് ഇന്ത്യയുടെ ഭരണാധികാരി ആരും ചോദിച്ചാൽ മുഗൾ ചക്രവർത്തി ആയിട്ടുള്ള ആരാണ്? നമ്മുടെ അക്ബർ ആണ്. ഈ അക്ബറിന്റെ കാലഘട്ടം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം. 1556 മുതൽ 1605 വരെ, 1556 മുതൽ 1605 വരെ ഇന്ത്യ ഭരിച്ച മുഗൾ ചക്രവർത്തിയാണ് ആര്? ഈ അക്ബർ. അപ്പൊ അദ്ദേഹത്തിന്റെ സദസ് ആര് സന്ദർശിക്കുന്നുണ്ട്? ഈ മാസ്റ്റർ റാൽഫിച്ച് സന്ദർശിക്കുന്നുണ്ട്. അപ്പൊ അതേ വർഷം ഈ പറയപ്പെട്ട മാസ്റ്റർ റാൽഫിച്ച് നമ്മുടെ കേരളത്തിൽ ഉൾപ്പെട്ട കൊച്ചിയിലേക്കും വരുന്നുണ്ടതായിട്ട് വ്യക്തമായിട്ട് ശ്രീധരമേനോൻ സാറിന്റെ പുസ്തകത്തിലും നിങ്ങളുടെ +2 പാഠ്യ പുസ്തകത്തിലും ഈ പറയപ്പെട്ട വ്യക്തമായിട്ട് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ കേരളത്തിലേക്ക് എത്തിയ ആദ്യ ഇംഗ്ലീഷുകാരൻ ആര് ചോദിച്ചാലും, ഇന്ത്യയിലേക്ക് എത്തിയ ആദ്യ ഇംഗ്ലീഷുകാരൻ ആര് ചോദിച്ചാലും അവിടെ ആൻസർ ആയി സ്വീകരിക്കേണ്ട ആരാ? മാസ്റ്റർ റാൽഫിച്ച് ആണ്. ഏത് വർഷം? 1583. ആര് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ? നമ്മുടെ ഈ പറയപ്പെട്ട ആര് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്? അക്ബർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പറയപ്പെട്ട മാസ്റ്റർ റാൽഫിച്ച് ഇന്ത്യ സന്ദർശിക്കുന്നു. എന്നാൽ കേരള PSC ഇത്തരത്തിലൊരു ചോദ്യം ചോദിക്കുകയുണ്ടായി. കേരളത്തിലേക്ക് എത്തിയ ആദ്യ ഇംഗ്ലീഷുകാരൻ ആര്? അവിടെ ഈ പറയപ്പെട്ട ഓപ്ഷനിൽ മാസ്റ്റർ റാൽഫിച്ചിനെ ഉൾപ്പെടുത്തിയില്ല. ഈ പറയപ്പെട്ട ആൻസർ ക്യാപ്റ്റൻ കീലിംഗ് ആയിട്ട് PSC ഇട്ട അവസരമുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മാസ്റ്റർ റാൽഫിച്ചിനെ ഇതേ ചോദ്യം ചോദിച്ചിട്ട് മാസ്റ്റർ റാൽഫിച്ചിനെയും ക്യാപ്റ്റൻ കീലിംഗിനെയും തന്നാൽ നിങ്ങൾ ഏത് മാത്രമേ തിരഞ്ഞെടുക്കാവൂ? മാസ്റ്റർ റാൽഫിച്ചിനെ തിരഞ്ഞെടുക്കാവൂ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മാസ്റ്റർ റാൽഫിച്ചും ക്യാപ്റ്റൻ കീലിംഗും ഓപ്ഷനിൽ വന്നാൽ കേരളത്തിലേക്ക് എത്തിയ ആദ്യ ഇംഗ്ലീഷുകാരൻ എന്ന ചോദ്യത്തിന് നിങ്ങൾ ഏത് ആൻസർ തിരഞ്ഞെടുക്കാവൂ? മാസ്റ്റർ റാൽഫിച്ചെ തിരഞ്ഞെടുക്കാവൂ. എന്നാൽ മാസ്റ്റർ റാൽഫിച്ച് ഇല്ല, ക്യാപ്റ്റൻ കീലിംഗ് മാത്രമേ ഓപ്ഷനിൽ ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓപ്ഷനെ ഡിപ്പെൻഡ് ചെയ്ത് ആ ആൻസർ സ്വീകരിക്കാം. കാരണം PSC ആ ലെവലിൽ ചോദിച്ച് ആൻസർ ഇട്ട അവസരമുണ്ട്. എന്നാൽ ഈ പറയപ്പെട്ട +2 ഹിസ്റ്ററി ടെസ്റ്റിനകത്തും ഈ പറയപ്പെട്ട ശ്രീധരമേനോൻ സാറിന്റെ ടെസ്റ്റിനകത്തും പറയുന്നുണ്ട്, ഈ പറയപ്പെട്ട 1583 അദ്ദേഹം കൊച്ചി സന്ദർശിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പൊ കേരളത്തിലേക്ക് എത്തിയ, ഇന്ത്യയിലേക്ക് എത്തിയ ആദ്യ ഇംഗ്ലീഷുകാരനാണ് മാസ്റ്റർ റാൽഫിച്ച് ആണ്. പിന്നീട് അദ്ദേഹത്തിന്റെ പാത പിന്തുടർന്നാണ് ഈ പറയപ്പെട്ട ബ്രിട്ടീഷുകാർ കേരളത്തിലേക്ക്, ഇന്ത്യയിലേക്ക് എത്തിയത് അല്ലെ. അതുകൊണ്ട് അദ്ദേഹം അറിയപ്പെട്ടു മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ. എന്താണ്? മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ അറിയപ്പെട്ടു ആരാണ്? ഈ മാസ്റ്റർ റാൽഫിച്ച് ആണ്. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോടാ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോടാ? ഒന്ന് പറഞ്ഞേ. ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല, ഓക്കെ ആണ്. അപ്പോ ഈ പറയപ്പെട്ട ശ്രദ്ധിച്ചേടാ, ഈ രണ്ടാമത്തെ പ്രസ്താവനയിലേക്ക് വരാം. 1617 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധികളായി ബ്രിട്ടീഷുകാർ കേരളത്തിലേക്ക് എത്തിയത്. ഇതാണ് രണ്ടാമത്തെ പ്രസ്താവനയായിട്ട് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു ഈ പ്രസ്താവന തെറ്റാണ്. കാരണം എന്താ? ഈ പ്രസ്താവന തെറ്റ് ആ വർഷമാണ് തെറ്റ്. അതായത് 1617 അല്ല, മറിച്ച് ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധികളായി ബ്രിട്ടീഷുകാർ ആദ്യമായി കേരളത്തിലേക്ക് എത്തിയെന്നാണ് പറഞ്ഞേ. കമന്റ് ചെയ്തേടാ. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധികളായി ഇംഗ്ലീഷുകാർ ആദ്യമായി കേരളത്തിലേക്ക് എത്തിയ വർഷം. കമന്റ് ചെയ്തേ. എന്നാണ് ഈ പറയപ്പെട്ട ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധികളായി ഇംഗ്ലീഷുകാർ കേരളത്തിലേക്ക് എത്തിയത്? എടാ 1615. 1615 വ്യക്തമായി പഠിച്ചോളാം. 1615 ഈ പറയപ്പെട്ട ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധികളായ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നു? ആദ്യമായി കേരളത്തിലേക്ക് എത്തുന്നു. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആ പ്രസ്താവന തെറ്റെന്താ? 1617 എന്നതായിരുന്നു അവിടെ തെറ്റായ പ്രസ്താവന. പറയുന്നത് ഓക്കെ അല്ലേടാ? ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നാ രൂപീകരിക്കപ്പെട്ടത്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നാ രൂപീകരിക്കപ്പെട്ടത്? പറഞ്ഞേടാ. 1600. നിങ്ങൾ ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ലടാ. 1600
ഡിസംബർ മാസം 31 പറഞ്ഞോ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കപ്പെട്ടത്. ഓക്കെ, 1600 ഡിസംബർ 31 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കപ്പെട്ടത്. അപ്പൊ തുടക്ക കാലഘട്ടത്തിൽ ഈ കമ്പനി അറിയപ്പെട്ടത് ജോൺ കമ്പനി എന്നാണ്, നിങ്ങൾക്ക് അറിയാം. ആ പറയപ്പെട്ട ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധികളായി ഇംഗ്ലീഷുകാർ ആദ്യമായി കേരളത്തിലേക്ക് എത്തിയത് 1615 ആ സംഘം എവിടെ വന്നിറങ്ങി? കോഴിക്കോട് വന്നിറങ്ങി. ആ 1615 ബ്രിട്ടീഷ് സംഘത്തെ നയിച്ച വ്യാപാര തലവനായിരുന്നു ആര്? ക്യാപ്റ്റൻ കീലിംഗ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോ വ്യാപാര ആവശ്യങ്ങൾ മാത്രം മുൻനിർത്തിക്കൊണ്ട് കേരളത്തിലേക്ക് എത്തിയ ആദ്യ ഇംഗ്ലീഷുകാരൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് നിസ്സംശയം ആരെ തിരഞ്ഞെടുക്കാം? ക്യാപ്റ്റൻ കീലിങ്ങിനെ തിരഞ്ഞെടുക്കാം. എന്നാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, മാസ്റ്റർ റാൽഫിച്ച് കച്ചവട താല്പര്യങ്ങൾ മുൻനിർത്തി അല്ല എവിടെ വന്നത്, ഈ പറയപ്പെട്ട ഇന്ത്യയിലേക്ക് എത്തിയത്. മറിച്ച് എന്താണ്? ഒരു സഞ്ചാരിയായി മാത്രമാണ് ഈ പറയപ്പെട്ട ഇന്ത്യയിലേക്ക് എത്തിയത്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോടാ? അപ്പോ വ്യാപാര ആവശ്യങ്ങൾ മാത്രം മുൻനിർത്തി കേരളത്തിലേക്ക് എത്തിയ ആദ്യ ഇംഗ്ലീഷുകാരൻ എന്നാണ് ചോദ്യമെങ്കിൽ അവിടെ നിങ്ങൾ ക്യാപ്റ്റൻ കീലിങ്ങിനെ തിരഞ്ഞെടുക്കണം. എന്നാൽ കേരളത്തിലേക്ക് എത്തിയ ആദ്യ ഇംഗ്ലീഷുകാരൻ എന്ന് മാത്രമാണ് ചോദ്യമെങ്കിൽ അവിടെ ആൻസർ ആരാ? മാസ്റ്റർ റാൽഫിച്ച് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ആ പറയപ്പെട്ട രണ്ട് പ്രസ്താവനകൾ തെറ്റായ പ്രസ്താവനയാണ്. ഇനി മൂന്നാമത് പറഞ്ഞിരിക്കുന്നു 1636 കൊച്ചിയിൽ നിന്ന് ആദ്യമായി ഇംഗ്ലീഷുകാർ ഇംഗ്ലണ്ടിലേക്ക് കുരുമുളക് കയറ്റുമതി ചെയ്തത്. ഇത് ശരിയായ പ്രസ്താവനയാണ്. അതായത് ഈ പ്രൊഫസറെ ശ്രീധരൻ മേനോൻ സാറിന്റെ ടെക്സ്റ്റ് ബുക്കിൽ വ്യക്തമായി പറയുന്ന കാര്യമാണ്, ഒരു ഫാക്റ്റ് ആണ്. നിങ്ങൾ ഇക്കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിന്റെ 2ാം ഘട്ട പരീക്ഷ ഈ കൂട്ടത്തിൽ ആരെങ്കിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്നാൽ ഈ പറയപ്പെട്ട പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടായിരിക്കും. അതിൽ കേരള ഹിസ്റ്ററിയിൽ നിന്ന് ഈ പറയപ്പെട്ട ഒരു വളരെ കടുപ്പമേറിയ ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. അത് ഈ പറയപ്പെട്ട ഡച്ചുകാരുമായി ബന്ധപ്പെട്ടാണ്. ആ കാര്യം അതേപടി ഈ ശ്രീധരൻ മേനോൻ സാറിന്റെ ടെക്സ്റ്റ് ബുക്കിനകത്ത് പറയുന്ന കാര്യമാണ്. അപ്പൊ അത് ഈ പറയപ്പെട്ട PSC ചോദ്യകർത്താവ് ആധികാരിക ഗ്രന്ഥമായിട്ട് തന്നെ കരുതപ്പെടുന്നുണ്ട്. അപ്പൊ അതിനകത്തുള്ള വസ്തുതകളാണ് ഞാൻ ഈ പ്രസ്താവന രീതിയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ പ്രാധാന്യത്തോടു കൂടി പഠിക്കുക കേട്ടോ. അപ്പൊ 1636 തന്നെയാണ് കൊച്ചിയിൽ നിന്ന് ആദ്യമായി ഇംഗ്ലീഷുകാർ എന്ത് ചെയ്യുന്നു? ഇംഗ്ലണ്ടിലേക്ക് കുരുമുളക് കയറ്റുമതി ചെയ്യുന്നു. അതായത് ഞാൻ പറഞ്ഞു 1615 ആദ്യത്തെ ബ്രിട്ടീഷ് സംഘം എവിടെ എത്തിയത്? കേരളത്തിലേക്ക് എത്തിയത്. കേരളത്തിലേക്ക് എത്തിയ ബ്രിട്ടീഷ് സംഘം ഇവിടെ വന്നിറങ്ങി, കോഴിക്കോട് വന്നിറങ്ങി എന്ന് പറഞ്ഞു. അത് കോഴിക്കോട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആരാ? സാമൂതിരിയാണ്. അങ്ങനെ കോഴിക്കോട് വന്നിറങ്ങിയ ഈ സാമൂതിരിയുമായിട്ട് ക്യാപ്റ്റൻ കീലിംഗ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഉടമ്പടി ഒപ്പുവയ്ക്കുന്നത്? അതായത് ക്യാപ്റ്റൻ കീലിംഗിനും സംഘത്തിനും ഈ പറയപ്പെട്ട സാമൂതിരി ഉൾപ്പെടുന്ന രാജ്യത്ത് കച്ചവട അനുമതി നൽകണം. ഇതാണ് ക്യാപ്റ്റൻ കീലിംഗ് സാമൂതിരിയോട് ആവശ്യപ്പെട്ടത്. എന്നാൽ സാമൂതിരി എന്ത് ചെയ്തു? ഈ പറയപ്പെട്ട സാമൂതിരി കച്ചവടത്തിനുള്ള അവകാശമൊക്കെ നൽകാമെന്ന് പറഞ്ഞു. പക്ഷേ ഈ പറയപ്പെട്ട പോർച്ചുഗീസുകാർ, അതായത് നമുക്കറിയാം അന്ന് കൊച്ചി ഈ പറയപ്പെട്ട ആരുടെ കീഴിലായിരുന്നു? പോർച്ചുഗീസ് ആധിപത്യത്തിന് കീഴിലായിരുന്നു. അപ്പൊ സാമൂതിരി ആവശ്യപ്പെട്ടത് എന്താ? കൊച്ചിയിലും കൊടുങ്ങല്ലൂരിലും നിൽക്കുന്ന പോർച്ചുഗീസ് ആധിപത്യം ഇല്ലായ്മ ചെയ്യാൻ ബ്രിട്ടീഷുകാർ ഈ പറയപ്പെട്ട സാമൂതിരിയെ ബ്രിട്ടീഷുകാർ സഹായിക്കുകയാണ് എങ്കിൽ എന്ത് ചെയ്യാം? എന്റെ രാജ്യത്ത് കച്ചവട അനുമതി നൽകാമെന്ന് ആര് പറഞ്ഞു? സാമൂതിരി പറഞ്ഞു. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോടാ? അപ്പൊ അന്ന് ഈ പോർച്ചുഗീസ് ഈ പറയപ്പെട്ട കൊച്ചിയിലും കൊടുങ്ങല്ലൂരിൽ നിൽക്കുന്ന പോർച്ചുഗീസ് ആധിപത്യം ഇല്ലായ്മ ചെയ്യാൻ ഈ സാമൂതിരിയെ സഹായിച്ചാൽ തന്റെ രാജ്യത്ത് കച്ചവട അനുമതി നൽകാമെന്ന് സാമൂതിരി പറഞ്ഞു. അപ്പൊ ആ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ട് എന്ത് ചെയ്തു? ക്യാപ്റ്റൻ കീലിംഗ് ഉപാധികളോട് കൂടി ആ ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. പക്ഷേ ക്യാപ്റ്റൻ കീലിംഗ് എന്ത് ചെയ്തു? ഈ പറയപ്പെട്ട സാമൂതിരിയെ വഞ്ചിച്ചുകൊണ്ട് അദ്ദേഹം തിരിച്ച് ലണ്ടനിലേക്ക് മടങ്ങുകയാണ് ഉണ്ടായത്. എന്നാൽ കുറച്ച് സൈന്യത്തെ കോഴിക്കോട് വിന്യസിപ്പിച്ചതിന് ശേഷമാണ് ഈ പറയപ്പെട്ട വ്യാപാര തലവനായിട്ടുള്ള ക്യാപ്റ്റൻ കീലിംഗ് തിരികെ മടങ്ങുന്നത്. പറയുന്ന മനസ്സിലാവുന്നുണ്ടല്ലോടാ? അപ്പോ തിരികെ മടങ്ങിയതോടുകൂടി സാമൂതിരി വഞ്ചിക്കപ്പെട്ടത് അറിഞ്ഞതോടുകൂടി സാമൂതിരി എന്ത് ചെയ്തു? ആ കോഴിക്കോട് നിലയുറപ്പിച്ചിരുന്ന ബ്രിട്ടീഷ് സൈന്യത്തെ അവിടെ നിന്ന് തുരത്തി. ആ സൈന്യം പിന്നീട് എങ്ങോട്ടേക്കാണ് പോയത്? കൊച്ചിയിലേക്കാണ് പോയത്. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു, കൊച്ചി അന്ന് ആരുടെ അധീനതയിലാണ്? ഈ പോർച്ചുഗീസുകാരുടെ ആധിപത്യമുള്ള പ്രദേശമാണ്.
അപ്പൊ ബ്രിട്ടീഷുകാർ അവിടെ എന്ത് സ്വീകരിച്ചു? ഈ പോർച്ചുഗീസുകാരുമായി ഒരു സന്ധിയിൽ ഏർപ്പെടാൻ തീരുമാനിച്ചു. അങ്ങനെ 1634-35 കാലഘട്ടം, 1634-35 കാലഘട്ടത്തിൽ പോർച്ചുഗീസുകാരുമായിട്ട് ഒരു സന്ധിയിൽ ഏർപ്പെടുകയും ആ സന്ധി പ്രകാരം പോർച്ചുഗീസ് ആധിപത്യമുള്ള തുറമുഖങ്ങളിലേക്ക് ബ്രിട്ടീഷുകാർക്ക് പ്രവേശനം ലഭിച്ചു. പോർച്ചുഗീസ് ആധിപത്യമുള്ള തുറമുഖങ്ങളിലേക്ക് ബ്രിട്ടീഷുകാർക്ക് പ്രവേശനം ലഭിച്ചു. അതിന്റെ ആദ്യ വിജയം എന്നോളമാണ് തൊട്ടടുത്ത വർഷം 1636 കൊച്ചിയിൽ നിന്ന് ആദ്യമായി ഇംഗ്ലീഷുകാർ എന്ത് ചെയ്തു? ഇംഗ്ലണ്ടിലേക്ക് കുരുമുളക് കയറ്റുമതി ചെയ്തു. ഇതാണ് ആ ഫ്ലാഷ് ബാക്ക് എന്ന് പറയുന്നത്. അപ്പൊ ആ പ്രസ്താവന ശരിയാണ്. നമ്മുടെ PSC നിസ്സാരമായി ചോദിക്കാറുണ്ടല്ലോടാ, സുഗന്ധവ്യഞ്ജനങ്ങളിൽ രാജാവാണോ റാണിയാണോടാ കുരുമുളക്? ഒന്ന് കമന്റ് ചെയ്തേടാ, പെട്ടെന്നാവട്ടെ. മാക്സിമം ക്വസ്റ്റ്യൻ നമുക്ക് കവർ ചെയ്യണം. സുഗന്ധവ്യഞ്ജനങ്ങളിൽ രാജാവാണോ റാണിയാണോ കുരുമുളക്? റാണി എന്ന് പറയുന്നുണ്ട്, കിങ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ രണ്ടും ഈ പറയപ്പെട്ട രണ്ട് സംശയങ്ങൾ ഇപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? പങ്കുവയ്ക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, കേരള PSC ഇപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കുന്ന വളരെ ലളിതമായ ഒരു ചോദ്യമാണ് ഈ പറയപ്പെട്ട എന്ത് ഞാൻ ഈ പറഞ്ഞ കാര്യം. എടാ, ഇവിടെ സുഗന്ധവ്യഞ്ജനങ്ങളിൽ രാജാവ് ചോദിച്ചാൽ അത് കുരുമുളകാണ്. സുഗന്ധവ്യഞ്ജനങ്ങളിൽ രാജാവ് ചോദിച്ചാൽ അത് കുരുമുളകാണ്. സുഗന്ധവ്യഞ്ജനങ്ങളിൽ റാണിയാണ് ചോദ്യമെങ്കിൽ എന്താ? അത് ഏലമാണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോടാ? അപ്പൊ റാണി ഏലവും രാജാവ് കുരുമുളകുമാണ്. ഓക്കെ അല്ലേ? ഈ പന്നിയൂർ 1 എന്ന് പറയുന്നത് എന്തിന്റെ വെറൈറ്റിയാണ്? കുരുമുളകിന്റെ ഒരു സങ്കര ഇനമാണ് പന്നിയൂർ 1. നമുക്കറിയാം കേരളത്തിൽ കുരുമുളക് ഗവേഷണ കേന്ദ്രം, പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? കേരളത്തിൽ കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? പന്നിയൂരിൽ സ്ഥിതി ചെയ്യുന്നു. ആ പന്നിയൂരിൽ വികസിപ്പിച്ചെടുത്ത സങ്കര ഇനം കുരുമുളകാണ് ഇത് പന്നിയൂർ 1. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോടാ? ഇതിന്റെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധയോട് കൂടി കേട്ടോണം. എടാ, ലോകത്തിൽ തന്നെ ആദ്യമായി വികസിപ്പിച്ചെടുത്ത സങ്കര ഇനം കുരുമുളകാണ് പന്നിയൂർ 1. എടാ, ലോകത്തിൽ തന്നെ ആദ്യമായി വികസിപ്പിച്ചെടുത്ത സങ്കര ഇനം കുരുമുളകാണ് ഇത് പന്നിയൂർ 1 എന്ന കാര്യം ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? യവനപ്രിയ എന്നറിയപ്പെടുന്നു, കറുത്ത പൊന്നെന്നറിയപ്പെടുന്നു. ഈ കുരുമുളകുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിലെ ആദ്യ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപം. നമ്മൾ പഠിക്കാറുണ്ടല്ലോടാ, ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം ഏതാ? പറഞ്ഞേ, ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം ഏതാണ്? അഞ്ചുതെങ്ങ് കലാപം. അഞ്ചുതെങ്ങ് കലാപത്തിന്റെ കാരണം എന്തായിരുന്നു? ഈ കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്വന്തമാക്കിയതാണല്ലേ ഈ പറയപ്പെട്ട ഈ പറയപ്പെട്ട അഞ്ചുതെങ്ങിലേക്ക് നയിച്ചത്. ഈ അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം എന്നാ? 1697. അഞ്ചുതെങ്ങ് കലാപം 1697 നടന്നത്. അപ്പൊ കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്വന്തമാക്കി. അതായത് ബ്രിട്ടീഷുകാർ പറയുന്ന വിലയ്ക്ക് കർഷകൻ അവന്റെ ഉൽപ്പന്നം വിറ്റഴിക്കേണ്ട അവസ്ഥ വന്നു, അല്ലെ? അപ്പോ കർഷകന് വേണ്ടത്ര വില ലഭിക്കാതെ വന്നു. അവന്റെ ജീവിതത്തിന്റെ താളം തെറ്റി, നിലനിൽപ്പിനെ ബാധിച്ചു. അവൻ ഈ പറയപ്പെട്ട ഒരു ദിവസം ഈ പറയപ്പെട്ട അഞ്ചുതെങ്ങ് കോട്ട വളയുകയും ആ അഞ്ചുതെങ്ങ് കോട്ട ഉപരോധിക്കുകയും ചെയ്തു. പക്ഷേ ആയുധധാരികളായ ബ്രിട്ടീഷുകാർക്ക് മുമ്പിൽ നിരായുധധാരികളായിട്ടുള്ള ഈ കർഷകർക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. കലാപം പൂർണ്ണമായി അടിച്ചമർത്തപ്പെട്ടു. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം അഞ്ചുതെങ്ങ് കലാപം, വർഷം 1697. അപ്പൊ കുരുമുളകിന് അങ്ങനെ ഒരു ചരിത്രമുണ്ട്. ഓക്കെ അല്ലടാ? ഇനി നാലാമത്തെ പ്രസ്താവനയിലേക്ക് വരാം. ബ്രിട്ടീഷുകാർ കേരളത്തിൽ നിർമ്മിച്ച ആദ്യത്തെ കോട്ടയാണ് അഞ്ചുതെങ്ങ് കോട്ട. ഇത് ശരിയായ പ്രസ്താവന തന്നെയാണ്, അല്ലെ? അതായത് നമുക്കറിയാം ഈ അഞ്ചുതെങ്ങ് കോട്ട പണി കഴിപ്പിച്ച വർഷം ഒന്ന് കമന്റ് ചെയ്തേടാ, പെട്ടെന്നാവട്ടെ. നമ്മുടെ സമയം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസിലേക്ക് വരണം. അഞ്ചുതെങ്ങ് കോട്ട പണി കഴിപ്പിച്ച വർഷം കറക്റ്റ് ആണ്, 1695 അല്ലെ? അഞ്ചുതെങ്ങ് കോട്ട. ഈ അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? കേരള ചോദ്യ പറഞ്ഞോ. തിരുവനന്തപുരം.
തിരുവനന്തപുരമാണ്, കറക്റ്റ് ആണ്. കേരള PSC വളരെ ലളിതമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചാൽ തിരുവനന്തപുരമാണ്. ബ്രിട്ടീഷുകാർ കേരളത്തിൽ നിർമ്മിച്ച ആദ്യത്തെ കോട്ടയാണ് അഞ്ചുതെങ്ങ് കോട്ട. എന്നാൽ എന്റെ ചോദ്യം ഇതാണ്, ബ്രിട്ടീഷുകാർ കേരളത്തിൽ നിർമ്മിച്ച അവരുടെ ആദ്യത്തെ വ്യാപാരശാല എവിടെയാണ് പറയാൻ? ബ്രിട്ടീഷുകാരുടെ കേരളത്തിലെ ആദ്യ വ്യാപാരശാല നിർമ്മിക്കപ്പെട്ടത് എവിടെ? വ്യാപാരശാല അല്ലെങ്കിൽ പാണ്ഡികശാല അല്ലെങ്കിൽ പണ്ടകശാല എന്നൊക്കെ നമുക്ക് അതിനെ പറയാം. ബ്രിട്ടീഷുകാരുടെ കേരളത്തിലെ ആദ്യത്തെ വ്യാപാരശാല എവിടെ സ്ഥാപിക്കപ്പെട്ടു? പറഞ്ഞേടാ. ബ്രിട്ടീഷുകാരുടെ കേരളത്തിലെ ആദ്യത്തെ വ്യാപാരശാല, ഇത് ആദ്യത്തെ കോട്ടയാണ് അഞ്ചുതെങ്ങ് കോട്ട. ഞാൻ ചോദിച്ചത് വ്യാപാരശാല എടാ ചോദിച്ചാൽ അവിടെ ആൻസർ വിഴിഞ്ഞമാണ്. ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ അവരുടെ ആദ്യത്തെ വ്യാപാരശാല അതെവിടെ സ്ഥാപിക്കപ്പെട്ടു? വിഴിഞ്ഞത്ത് സ്ഥാപിക്കപ്പെട്ടു. ഏത് വർഷം ചോദിച്ചാൽ 1644. 1644 വിഴിഞ്ഞം കേന്ദ്രീകരിച്ച് സ്ഥാപിച്ച വ്യാപാരശാലയാണ് ബ്രിട്ടീഷുകാർ കേരളത്തിൽ നിർമ്മിച്ച ആദ്യത്തെ വ്യാപാരശാല അല്ലെങ്കിൽ പാണ്ഡികശാല അല്ലെങ്കിൽ പണ്ടകശാല അല്ലെങ്കിൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഗോഡൌൺ. അത് തന്നെയാണ് പറയുന്നത്, മനസ്സിലാകുന്നുണ്ടല്ലോ. എന്നാൽ ചോദ്യം ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ? ബ്രിട്ടീഷുകാരുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാണ്ഡികശാല ഏത് എന്നാണ് ചോദ്യമെങ്കിൽ അവിടെ ആൻസർ എന്തായിരിക്കണം? അത് അഞ്ചുതെങ്ങ് പാണ്ഡികശാലയായിരിക്കണം. ബ്രിട്ടീഷുകാർ കേരളത്തിൽ നിർമ്മിച്ച ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാണ്ഡികശാല എന്നാണ് ചോദ്യമെങ്കിൽ അവിടെ ആൻസർ എന്തായിരിക്കണം? അഞ്ചുതെങ്ങായിരിക്കണം. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോടാ? എന്നാൽ ആദ്യത്തെ വ്യാപാരശാല ചോദിച്ചാൽ അത് വിഴിഞ്ഞമാണ്, 1644. എന്നാൽ അഞ്ചുതെങ്ങ് പാണ്ഡികശാല പണി കഴിപ്പിച്ച വർഷം ചോദിച്ചാലോ? അഞ്ചുതെങ്ങ് 1690. 1690, അതായത് 1684 വേണാട് ഭരിച്ചുകൊണ്ടിരുന്ന ഉമ്മയമ്മ റാണി ഈ അഞ്ചുതെങ്ങ് പാണ്ഡികശാലയ്ക്ക് നിർമ്മാണ അനുമതി കൊടുക്കുന്നത് 1684 ഉമ്മയമ്മ റാണിയാണ്. ഈ അനുമതി കെട്ടി ഈ പാണ്ഡികശാല നിർമ്മാണം പൂർത്തിയാക്കുന്നത് 1690. പിന്നീടാണ് ഈ പറയപ്പെട്ട കോട്ട നിർമ്മാണം ആരംഭിക്കുന്നത്. 1695 ഈ കോട്ടയുടെ പണി പൂർത്തിയാക്കുന്നു. 1697 അഞ്ചുതെങ്ങ് കലാപം നടക്കുന്നത്. പറയാൻ മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ പറയപ്പെട്ട പ്രസ്ഥാനത്തിൽ തെറ്റായ പ്രസ്താവന ഏതൊക്കെയാ? 1ഉം 2ഉമാണ്. 3ഉം 4ഉം ശരിയായ പ്രസ്താവനകളാണ്. എടാ ഞാൻ ഈ പറഞ്ഞ ഈ ചോദ്യത്തിൽ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ടോടാ? ഉണ്ടോ? ഓക്കെ ആണോ? പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും വ്യക്തത കുറവുണ്ടെങ്കിൽ ചോദിച്ചു പോണം. ഓക്കെ ആണ്. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാടാ. പോവാം. ആൻസർ പറയുമോ? ഓക്കെ ശരി, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം ഇതാണ്, രണ്ടാം പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. അപ്പൊ ആദ്യ ചോദ്യം തെറ്റായ പ്രസ്താവനകളായിരുന്നു. അപ്പൊ രണ്ടാമത്തെ ചോദ്യം പ്രസ്താവന ചോദ്യം തന്നെയാണ്. ഇതിൽ ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. എടാ ഒന്നാമത്തെ പ്രസ്താവന, 4ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിന്റെ അനന്തര ഫലമായി നടന്ന യുദ്ധം. രണ്ടാമത്തെ പ്രസ്താവന, ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചത്. മൂന്നാമത്തെ പ്രസ്താവന, കുറിച്യർ, കുറുമ്പർ, നായന്മാർ, തദ്ദേശീയരായിട്ടുള്ള മാപ്പിളമാർ മറുനാട്ടിലെ ടിപ്പുവിന്റെ സൈന്യത്തിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ട മുസ്ലിങ്ങൾ പഴശ്ശി രാജാവിനെ സഹായിച്ചു. മനസ്സിലാവുന്നുണ്ടോടാ? അതുപോലെ കോൽക്കാർ എന്ന സൈന്യം പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കോൽക്കാർ എന്ന സൈന്യം പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ 4 പ്രസ്താവനകൾ. ഈ 4 പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് എന്റെ ചോദ്യം. പറയാൻ പോടാ. 4 പ്രസ്താവനകൾ വായിച്ചു. നിങ്ങൾക്ക് സ്ലൈഡ് കാണാൻ സാധിക്കും. നിങ്ങൾ വായിച്ചു നോക്കിയതിനു ശേഷം ഈ പറയാം 2ഉം 3ഉം 4ഉം ശരി എന്ന് കരുതുന്നു. ഓക്കെ, അടുത്ത്
2ഉം 4ഉം. ഓക്കെ ഓക്കെ. വേറെ ഏതെങ്കിലും ആൻസർ ഉണ്ടോടാ? വേറെ ഏതെങ്കിലും ആൻസർ ഉണ്ടോ? അപ്പോ ഇതിനെ ശരിയായ ഉത്തരം ചോദിച്ചാൽ ഈ പറയപ്പെട്ട 4 പ്രസ്താവനകളും ശരിയാണ്. രണ്ടാം പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ട് ഞാൻ ഇവിടെ തന്നിരിക്കുന്ന 4 പ്രസ്താവനകൾ എന്താണ്? ശരിയായ പ്രസ്താവനകളാണ്. ഒന്നാമത്തെ പ്രസ്താവന ശ്രദ്ധിച്ചേ. 4ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിന്റെ അനന്തര ഫലമായി നടന്ന യുദ്ധം തന്നെയാണ് ഇത് രണ്ടാം പഴശ്ശി കലാപം. അതായത് നമുക്കറിയാം 3ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ ടിപ്പുവിനെ പരാജയപ്പെടുത്തിയതോടു കൂടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെക്കുന്നതും മലബാർ എന്ന് പറയുന്ന പ്രദേശം ആർക്ക് ലഭിക്കുന്നത്? ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി ടിപ്പു ഒപ്പുവെക്കുന്നതോടുകൂടി ഈ പറയപ്പെട്ട മലബാറിന്റെ എല്ലാ പ്രദേശങ്ങളും ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുത്തിരുന്നില്ല. അതായത് വയനാട് ഒഴികെയുള്ള മലബാറിന്റെ പ്രദേശങ്ങളാണ് ആർക്ക് വിട്ടുകൊടുത്തത്? ആർക്ക് വിട്ടുകൊടുത്തേടാ? ബ്രിട്ടീഷ് വിട്ടുകൊടുത്തത്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോ ഈ പറയപ്പെട്ട 4ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഈ 4ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിന്റെ റിസൾട്ട് എന്താ? ബ്രിട്ടീഷുകാർ ടിപ്പുവിനെ വധിക്കുന്നു. 4ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിന്റെ റിസൾട്ട് എന്താണ്? ടിപ്പു സുൽത്താനെ ആര് വധിക്കുന്നു? ബ്രിട്ടീഷുകാർ വധിക്കുന്നു. കേരള PSC ചോദ്യമാണ്, ടിപ്പു സുൽത്താൻ വധിക്കപ്പെട്ട വർഷം. കമന്റ് ചെയ്തോ. ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാരാൽ വധിക്കപ്പെട്ട വർഷം. കമന്റ് ചെയ്തേടാ. ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാരാൽ വധിക്കപ്പെട്ട വർഷം അറിയാമോ? എടാ ആൻസർ അറിയാമോ? എടാ കേരള PSC ചോദ്യങ്ങളാണ്. ഇല്ല. എടാ 1799 കറക്റ്റ്. ചിഞ്ചു കറക്റ്റ് ആണ്. 1799 ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാരാൽ വധിക്കപ്പെടുന്നു. എടാ ഒരു മാർക്കിന്റെ ചോദ്യമാണ്. നിങ്ങൾ വ്യക്തമായിട്ട് ഒന്ന് നിസ്സാരമായി കാണരുതേ. ഈ പറയപ്പെട്ട 1799 എന്താ പ്രത്യേകത ചോദിച്ചാൽ ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാരാൽ വധിക്കപ്പെട്ട വർഷം. അങ്ങനെ 4ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ടിപ്പു വധിക്കപ്പെട്ടതോടുകൂടി ആ മൈസൂർ സാമ്രാജ്യത്തെ ബ്രിട്ടീഷുകാരും സഖ്യകക്ഷികളും ചേർന്ന് എന്ത് ചെയ്തു? പങ്കിട്ടെടുത്തു. തുടർന്ന് ശ്രീരംഗപട്ടണം ഉടമ്പടിയിലൂടെ 1792 ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാതെ പോയ ഈ വയനാട് പിടിച്ചെടുക്കാൻ ആര് ശ്രമിച്ചു? ബ്രിട്ടീഷുകാർ ശ്രമിച്ചു. അങ്ങനെ ബ്രിട്ടീഷുകാർ ശ്രമിച്ചതിനെ തുടർന്നാണ് ഈ പറയപ്പെട്ട കേരളവർമ്മ പഴശ്ശിരാജ അല്ലെങ്കിൽ കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ ഈ വയനാടിൽ അവകാശവാദം ഉന്നയിച്ചു. അങ്ങനെ കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ വയനാടിൽ അവകാശവാദം ഉന്നയിച്ചതോടു കൂടിയാണ് ഇവിടെ 2ാം പഴശ്ശി കലാപം പൊട്ടിപ്പുറപ്പെടുന്നത്. നമ്മൾ പഠിക്കാറുണ്ടല്ലോ, 2ാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കാരണം എന്താ? ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ്. അപ്പോ 4ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിന്റെ അനന്തര ഫലമായിരുന്നു ഏതെന്ന് പറയാം? 2ാം പഴശ്ശി കലാപം എന്ന് പറയാം. എടാ പ്രസ്താവന നിങ്ങൾക്ക് മനസ്സിലായോടാ? ഓക്കെ ആണ്, മനസ്സിലായി. അപ്പൊ 4ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിന്റെ അനന്തര ഫലമായിരുന്നു ഇത് 2ാം പഴശ്ശി കലാപം. 1799 ടിപ്പു വധിക്കപ്പെടുന്നു. 2ാം പഴശ്ശി കലാപം നടന്ന 1800 മുതൽ 1805 വരെയാണ്. 1800 മുതൽ 1805 വരെയായിരുന്നു 2ാം പഴശ്ശി കലാപം എന്ന് വ്യക്തമായിട്ട് പഠിക്കുക. ഓക്കെ അല്ലേടാ? അപ്പൊ എന്താ പ്രധാന കാരണം? ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചടക്കാൻ ശ്രമിച്ചതാണ്. ആ പറയപ്പെട്ട പ്രസ്താവന ശരിയാണ്, നമ്മൾ മനസ്സിലാക്കി. ഇനി 3ാമത്തെ പ്രസ്താവന. നമുക്കറിയാം ഈ പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി വിഭാഗങ്ങൾ അദ്ദേഹത്തിനെ സഹായിച്ചിരുന്നു. ആ സഹായിച്ച വിഭാഗങ്ങളാണ് ഞാൻ അവിടെ പറയുന്നത്. ഏതൊക്കെയാണ്? കുറിച്യർ, കുറുമ്പർ, നായന്മാർ, അതുപോലെ തദ്ദേശീയരായിട്ടുള്ള മാപ്പിളമാർ. ആരൊക്കെയാണ്? കുറിച്യർ, ഈ പറയപ്പെട്ട കുറുമ്പന്മാർ, നായന്മാർ,
തദ്ദേശീയരായിട്ടുള്ള മാപ്പിളമാർ മറുനാട്ടിലെ പ്രത്യേകിച്ച് ടിപ്പുവിന്റെ സൈന്യത്തിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ട മുസ്ലിങ്ങളും ആരെ സഹായിച്ചു? പഴശ്ശി രാജാവിനെ സഹായിച്ച വിഭാഗങ്ങൾ തന്നെയാണ്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോടാ? അതായത് കുറിച്യർ സഹായിച്ചു, കുറുമ്പർമാർ സഹായിച്ചു, നായന്മാർ സഹായിച്ചു, തദ്ദേശീയരായിട്ടുള്ള മാപ്പിളമാർ സഹായിച്ചു. മാത്രമല്ല ഞാൻ പറഞ്ഞു ടിപ്പുവിന്റെ സാമ്രാജ്യം ആര് പങ്കിട്ടെടുത്തു? ബ്രിട്ടീഷുകാർ പങ്കിട്ടെടുത്തു എന്ന് പറഞ്ഞു. അപ്പൊ അതോടുകൂടി ടിപ്പുവിന്റെ സൈന്യം പിരിച്ചുവിടപ്പെട്ടു. ആ പിരിച്ചുവിടപ്പെട്ട സൈന്യത്തിലെ മുസ്ലിങ്ങളും ആർക്ക് പിന്തുണ നൽകി? സഹായം നൽകി. പഴശ്ശി രാജാവിനെ സഹായിച്ചു. എടാ ഇതൊക്കെ കോമൺ ആയിട്ട് ചോദിക്കാൻ വേടാ. അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി പറയാം. രണ്ടാം പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ട് പഴശ്ശി രാജാവിനെ സഹായിച്ച പ്രധാനപ്പെട്ട വിഭാഗങ്ങളാണ് ഒന്ന് കുറിച്യർ, മറ്റൊന്ന് കുറുമ്പർ, മറ്റൊന്ന് നായന്മാർ, മറ്റൊന്ന് തദ്ദേശീയരായിട്ടുള്ള മാപ്പിളമാർ. മറുനാട്ടിലെ ടിപ്പുവിന്റെ സൈന്യത്തിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ട മുസ്ലിങ്ങൾ ആരെ സഹായിച്ചു? പഴശ്ശി രാജാവിനെ സഹായിച്ച വിഭാഗങ്ങളാണ്. ഓക്കേലടാ. ഇനി നാലാമത്തെ പ്രസ്താവന നമുക്കറിയാം. ഈ പറയപ്പെട്ട പഴശ്ശി രാജാവിനെ സഹായിച്ച വ്യക്തികളിലേക്ക് വന്നാൽ നിങ്ങൾക്കറിയാം അന്ന് കുറിച്യരുടെ നേതാവായിരുന്നു ആര്? തലയ്ക്കൽ ചന്തു. പഴശ്ശി സൈന്യത്തിന്റെ നായർ പടയുടെ നേതാവായിരുന്നു ആര്? എടച്ചേന കുങ്കൻ നായർ. പഴശ്ശിയുടെ സർവ്വ സൈനാധിപനായിരുന്നു ആര്? കൈതേരി അമ്പു നായർ. പഴശ്ശിയുടെ മന്ത്രി ആയിരുന്നു ആര്? കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ. ആ വ്യക്തികളെയും കേരള PSC ചോദിക്കാറുണ്ട്. അപ്പൊ ആരൊക്കെയാണ്? ഈ പറയപ്പെട്ട കുറിച്യർ നേതാവ് തലയ്ക്കൽ ചന്തു, അല്ലെ? നായർ പടയുടെ നേതാവ് എടച്ചേന കുങ്കൻ നായർ, സർവ സൈനാധിപൻ കൈതേരി അമ്പു നായർ, മന്ത്രി കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ. ഈ വ്യക്തികളെ മാത്രമേ നമ്മൾ പതിവായിട്ട് പഠിച്ചു വെക്കാറുള്ളൂ. എന്നാൽ ഈ വ്യക്തികളെ കൂടാതെ ഒരു 3 വ്യക്തികളെ കൂടി പഠിച്ചു വെച്ചോണം. ചോദിച്ചാൽ ആരൊക്കെയാന്ന് ചോദിച്ചാൽ, ഒന്ന് പള്ളൂർ ഏമൻ നായർ. അറിയില്ലെങ്കിൽ എഴുതി വെച്ചോണം കേട്ടോ. പള്ളൂർ ഏമൻ നായർ, അതുപോലെ ചെമ്പൻ പോക്കർ, അത്തൻ ഗുരുക്കൾ. പള്ളൂർ ഏമൻ നായർ, ചെമ്പൻ പോക്കർ, അത്തൻ ഗുരുക്കൾ. അപ്പൊ ഇവരൊക്കെ ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ട വ്യക്തികളാണ്. ഇപ്പൊ തലയ്ക്കൽ ചന്തു, എടച്ചേന കുങ്കൻ നായർ, കൈതേരി അമ്പു നായർ, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, പള്ളൂർ ഏമൻ നായർ, ചെമ്പൻ പോക്കർ, അത്തൻ ഗുരുക്കൾ എന്നീ വ്യക്തികൾ ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? രണ്ടാം പഴശ്ശി കലാപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ അല്ലടാ? ക്ലിയർ ആണോടാ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ശരി. നാലാമത്തെ പ്രസ്താവന ഒന്നുകൂടെ പറയാം. നിങ്ങൾ പറഞ്ഞോ, നിങ്ങൾ ആവശ്യപ്പെട്ട ഞാൻ പറയാം. എടാ നിങ്ങൾ റെസ്പോണ്ട് ചെയ്താൽ മാത്രം മതി. എടാ വ്യക്തികൾ ആരൊക്കെയും ചോദിച്ചാൽ, ഒന്ന് തലയ്ക്കൽ ചന്തു, എടച്ചേന കുങ്കൻ നായർ, കൈതേരി അമ്പു നായർ, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, പള്ളൂർ ഏമൻ നായർ. എഴുതിയോ? ചെമ്പൻ പോക്കർ, അത്തൻ ഗുരുക്കൾ. എഴുതിയോടാ? സമയം പോയിക്കൊണ്ടിരിക്കുന്നു. എഴുതിയോടാ? എഴുതി. ഓക്കെ. ഈ പറയപ്പെട്ട നാലാമത്തെ പ്രസ്താവനയിലേക്ക് വന്നാൽ, കോൽക്കാർ എന്ന സൈന്യവും പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം, അതായത് ഈ പഴശ്ശിയെ ഏതു വിധേനയും പിടികൂടുക എന്ന ലക്ഷ്യത്തോടു കൂടി രൂപീകരിക്കപ്പെട്ട ഒരു അർദ്ധ സൈനിക വിഭാഗമാണ് കോൽക്കാർ. അതായത് പഴശ്ശി തന്റെ കോവിലകം ഉൾപ്പെടെ ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായതോടുകൂടി തന്റെ ഭാര്യയും അനുയായികളുമൊത്ത് കാടുകളിൽ അലഞ്ഞു തിരിയൽ നിർബന്ധിതരായി വന്നു പഴശ്ശിക്ക്. അപ്പൊ ആ അവസരത്തിൽ ഈ വയനാടൻ കാടുകളിലേക്ക് പഴശ്ശി ചേക്കേറിയതും പിന്നീട് ആ വയനാടൻ കാടുകളിൽ നിന്ന് ഒളിപ്പോരിലൂടെ ബ്രിട്ടീഷുകാരോട് നേരിട്ടതൊക്കെ ബ്രിട്ടീഷുകാർക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുളവാക്കി. അപ്പോ ഈ പഴശ്ശിയുടെ ഒളിത്താവളം കണ്ടെത്തണമെങ്കിൽ ആ പറയപ്പെട്ട പ്രദേശങ്ങളിലെ ജനങ്ങളുടെ സപ്പോർട്ട് അത് കൂടിയേ തീരൂ എന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തപ്പെട്ടു. അങ്ങനെ ഈ പറയപ്പെട്ട പഴശ്ശി കലാപം, രണ്ടാം പഴശ്ശി കലാപം അടിച്ചമർത്താനായി നിയോഗിക്കപ്പെട്ട ആർതർ വെല്ലസ്ലി, രണ്ടാം പഴശ്ശി കലാപം അടിച്ചമർത്താനായി നിയോഗിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ്, പട്ടാള മേധാവിയാണ് ആർതർ വെല്ലസ്ലി.
അതിന് ആർതർ വെല്ലസ്ലി എന്ത് തീരുമാനമെടുത്തു? ഈ ബ്രിട്ടീഷുകാർക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യമുള്ള മലബാറിലെ ജനങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ട് ഒരു സൈന്യത്തിന് രൂപം നൽകി. അപ്പൊ മലബാറിലെ ഭൂരിഭാഗം ജനങ്ങൾ തന്നെയായിരുന്നു ഏത് സൈന്യത്തിൽ ഉൾപ്പെട്ടത്? കോൽക്കാർ എന്ന സൈന്യത്തിൽ ഉൾപ്പെട്ടിരുന്നത്. അപ്പൊ അവർക്ക് മാത്രമേ ഈ വയനാടൻ കാടുകളെ കുറിച്ച് വ്യക്തമായി ധാരണയുള്ളൂ. അപ്പൊ ഈ സൈന്യത്തെ വെച്ചുകൊണ്ട് പഴശ്ശിയുടെ ഒളികേന്ദ്രങ്ങൾ കണ്ടെത്തി പഴശ്ശിയെ ഇല്ലായ്മ ചെയ്യുകയായിരുന്നു ആർതർ വെല്ലസ്ലിയുടെ ലക്ഷ്യം. അപ്പൊ അതിനുവേണ്ടി രൂപീകരിച്ചതാണ് ഇത് ഈ കോൽക്കാർ എന്ന സൈന്യം. അപ്പോ ആ സൈന്യത്തിൽ ഭൂരിഭാഗം ആര് തന്നെയാണ്? മലബാറിലെ ജനങ്ങൾ തന്നെയായിരുന്നു. ഓക്കെ അല്ലടാ? അപ്പൊ ആ സൈന്യത്തെ രൂപപ്പെടുത്തിയ പട്ടാള മേധാവിയാണ് ആര്? ആർതർ വെല്ലസ്ലി. ഓക്കെ അല്ലടാ? അപ്പൊ ഈ പറയപ്പെട്ട 4 പ്രസ്താവനകളും എന്താണ്? ശരിയായ പ്രസ്താവനകളാണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? 4ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിന്റെ അനന്തര ഫലമായിരുന്നു 2ാം പഴശ്ശി കലാപം. ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചടക്കാൻ ശ്രമിച്ചത് 2ാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കാരണമാണ്. കുറച്ചേർ, കുറുമ്പർ, നായന്മാർ, തദ്ദേശീയരായിട്ടുള്ള മാപ്പിളമാർ, മറുനാട്ടിലെ ടിപ്പുവിന്റെ സൈന്യത്തിന് പിരിച്ചുവിടപ്പെട്ട മുസ്ലിങ്ങൾ പഴശ്ശി രാജാവിനെ സഹായിച്ച വിഭാഗങ്ങളാണ്. കോൽക്കാർ എന്ന സൈന്യം പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഈ പറയപ്പെട്ട 4 പ്രസ്താവന എന്താണ്? ശരിയായ പ്രസ്താവനകൾ തന്നെയാണ്. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാനോടാ. ഈ പറയപ്പെട്ട ഭാഗത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോടാ? ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ അത് ക്ലിയർ ചെയ്ത് തരാം. ഉണ്ടോ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാലോ? ശരി, അടുത്ത ചോദ്യം നോക്കിക്കേ. താഴെ തന്നിരിക്കുന്നവരെ പരിഗണിക്കുക എന്നാണ് ചോദ്യം. നിങ്ങൾക്ക് ഓപ്ഷൻ കാണാൻ സാധിക്കും. 4 പേരുടെ പേര് ഞാൻ തന്നിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു, കുമാരൻ ആശാൻ, ഡോക്ടർ പൽപ്പു, ടി.കെ. മാധവൻ. ചോദ്യം ഇതാണ്: SNDPയുമായി ബന്ധപ്പെട്ടവർ ആരൊക്കെ? ചോദ്യം SNDPയുമായി ബന്ധപ്പെട്ടവർ ആരൊക്കെ എന്നാണ്. നിങ്ങൾക്ക് ഓപ്ഷൻ ഞാൻ അവിടെ തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ ബി സി, ഓപ്ഷൻ ബി A, B, ഓപ്ഷൻ സി എ മാത്രം, ഓപ്ഷൻ ഡി ABCD. ഇവരെല്ലാരും കേരള PSCയുടെ ഒരു പ്രീവിയസ് ഇയർ ചോദ്യമാണ്. പറഞ്ഞോടാ. ഓപ്ഷൻ ABC, ഓപ്ഷൻ ABC അത് തന്നെയാണ്. ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഉറച്ചു നിൽക്കുന്നുണ്ടോടാ? നിങ്ങളുടെ ചോദ്യത്തിൽ, നിങ്ങളുടെ ഉത്തരത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് അല്ലെ? ഒരു കാരണവശാലും നിങ്ങൾ ഈ ചോദ്യത്തിന്റെ ആൻസർ മാറ്റുകയില്ല. എന്നാൽ നിങ്ങൾ ഈ ചോദ്യത്തിന്റെ ആൻസർ ഒന്ന് തിരുത്തേണ്ടി വരും എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ അവിശ്വസിക്കരുത്. കാരണം 2022 കേരള PSC നടത്തിയ ഡിഗ്രി പ്രിലിംസ് പരീക്ഷയിലെ ഒരു ചോദ്യമാണ് നിങ്ങൾക്ക് ഞാൻ പ്രസ്താവന രീതിയിൽ ഈ പറയപ്പെട്ട 3ാമത്തെ ചോദ്യമായിട്ട് തന്നത്. അന്ന് ഈ പറയപ്പെട്ട പരീക്ഷ എഴുതിയ ഏകദേശം 95% ഉദ്യോഗാർത്ഥികളും നിങ്ങൾ പറഞ്ഞ അതേ ആൻസർ തന്നെയാണ് തിരഞ്ഞെടുത്തത്. ഈ പറയപ്പെട്ട ശ്രീനാരായണ ഗുരു, കുമാരൻ ആശാൻ, ഡോക്ടർ പൽപ്പു. അവിടെ ടി.കെ. മാധവനെ പൂർണ്ണമായും മിക്ക ഉദ്യോഗാർത്ഥികൾ, ഞാൻ പറഞ്ഞ ഈ 95% ഉദ്യോഗാർത്ഥികൾ ഒഴിവാക്കി. കാരണം എന്താ? നിങ്ങൾ SNDP പഠിക്കുമ്പോ ശ്രീനാരായണ ഗുരുവിനെ അവിടെ പഠിക്കും. എന്താ പഠിക്കുന്നത്? SNDPയുടെ സ്ഥാപകൻ. നിങ്ങൾ SNDP പഠിക്കുമ്പോ കുമാരനാശാൻ അവിടെ പഠിക്കും. എന്താ പഠിക്കുന്നത്? SNDPയുടെ ആദ്യ സെക്രട്ടറി. നിങ്ങൾ SNDP പഠിക്കുമ്പോ ഡോക്ടർ പൽപ്പുനെ പഠിക്കും. കാരണം എന്താ? SNDPയുടെ ആദ്യ വൈസ് പ്രസിഡന്റും SNDP രൂപീകരിക്കാൻ കാരണക്കാരൻ ഡോക്ടർ പൽപ്പുവാണ്. പക്ഷെ നിങ്ങൾ ആരെ പഠിക്കാറില്ല? ടി.കെ. മാധവനെ പഠിക്കാറില്ല. എന്നാൽ ഈ ചോദ്യത്തിന്റെ ആൻസർ എന്താ? ഓപ്ഷൻ ഡി ആണ്. ഈ പറയപ്പെട്ട 4 പേരും SNDPയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ പ്രീവിയസ് ഇയർ ചോദ്യമാണ്. നിങ്ങൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യേണ്ട കാര്യം വ്യക്തമായിട്ട് തന്നെ കൊണ്ടുപോകണം, ഫോളോ അപ്പ് ചെയ്യണം. ഈ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നല്ല റാങ്കുകളിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇവിടെ ചോദ്യത്തിന്റെ ആൻസർ എന്താടാ? ഈ ലിസ്റ്റിൽ പറയപ്പെട്ട 4 പേർക്കും SNDPയുമായി ബന്ധമുണ്ട്. അപ്പൊ 3 പേരുടെ ബന്ധം ഓൾറെഡി പറഞ്ഞു. എന്താ ടി.കെ. മാധവന്റെ ബന്ധം? എടാ വൺ വേർഡായി ചോദിക്കും. അതായത് SNDP യോഗം ശക്തിപ്പെടുത്താനായി ടി.കെ. മാധവൻ രൂപീകരിച്ച പ്രസ്ഥാനമാണ് ധർമ്മ ഭട സംഘം. എടാ എഴുതിയെടുത്തോളേടാ.
SNDP യോഗം ശക്തിപ്പെടുത്താനായി TK മാധവൻ എന്താണ് നേതൃത്വം കൊടുത്ത പ്രസ്ഥാനമാണ് ധർമ്മഭട സംഘം. അത് എന്ത് ശക്തിപ്പെടുത്താനാ? SNDP ശക്തിപ്പെടുത്താനാ. മാത്രമല്ല കുമാരൻ ആശാൻ SNDPയുടെ എന്ത് പദവിയാണോ വഹിച്ചത് അതേ പദവി ഈ പറയപ്പെട്ട ആരും വഹിച്ചിട്ടുണ്ട്, TK മാധവനും വഹിച്ചിട്ടുണ്ട്. അപ്പോ അദ്ദേഹത്തിന് SNDPയുമായിട്ട് ബന്ധമില്ലേ ചോദിച്ചാൽ ബന്ധമുണ്ട്, 100% ബന്ധമുണ്ട് അല്ലെ? അപ്പൊ ഈ ചോദ്യം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാതെ വീണ്ടും അതേ ചോദ്യം റിപ്പീറ്റ് ചെയ്താൽ നമ്മൾ ആ റോങ് ആൻസർ തന്നെ വീണ്ടും തിരഞ്ഞെടുക്കും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇനി ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ച് അതിൽ ഈ 4 പേരെയും PSC ഉൾപ്പെടുത്തി ഇതേ രീതിയിൽ ചോദിച്ചാൽ നിങ്ങളുടെ ആൻസർ എന്തായിരിക്കണം? ഈ 4 പേരും SNDPയുമായി ബന്ധപ്പെട്ടിരിക്കും. ഓക്കെ അല്ലേടാ? SNDP യോഗം ശക്തിപ്പെടുത്താനായി TK മാധവൻ രൂപീകരിച്ച പ്രസ്ഥാനമാണ് ധർമ്മഭട സംഘം. എടാ SNDP എന്ന് രൂപീകരിക്കപ്പെട്ടു 1903 മെയ് മാസം 15. സ്ഥാപകൻ ആരാ? ശ്രീനാരായണ ഗുരു. ആദ്യ അധ്യക്ഷനും ആജീവനാന്ത അധ്യക്ഷനും ആരാ? ശ്രീനാരായണ ഗുരു. ആദ്യ സെക്രട്ടറി കുമാരനാശാൻ. ആദ്യ വൈസ് പ്രസിഡന്റ് ഡോക്ടർ പൽപു അല്ലെ? SNDPയുടെ ആദ്യ മുഖപത്രം പറഞ്ഞേടാ. SNDPയുടെ ആദ്യ മുഖപത്രം പറഞ്ഞേടാ. SNDPയുടെ ആദ്യ മുഖപത്രം വിവേകോദയം. വിവേകോദയം. ഈ വിവേകോദയം ആരംഭിച്ചതെന്നാ? വിവേകോദയം ആരംഭിച്ചതെന്നാ? 1904 വിവേകോദയം ആരംഭിച്ചത് അല്ലെ? SNDPയുടെ ആദ്യ മുഖപത്രം വിവേകോദയം 1904 തുടങ്ങി വെച്ചു. ഈഴവ ഗസറ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന മുഖപത്രം ഈഴവ ഗസറ്റ് അല്ലെ? ഇപ്പോ SNDPയുടെ മുഖപത്രം ഏതാ? യോഗനാഥം. നിലവിൽ SNDP തുറന്നുകൊണ്ടിരിക്കുന്ന മുഖപത്രം ഏതാണ്? യോഗനാഥം. നിലവിൽ SNDP തുറന്നുകൊണ്ടിരിക്കുന്ന മുഖപത്രം ഏതാണ്? യോഗനാഥമാണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? എടാ ഓക്കെ അല്ലേ? ഓക്കെ ആണ്. അപ്പോ അത് വ്യക്തമായിട്ട് പഠിച്ചോണം കേട്ടോ. അപ്പോ ഇതൊരു ചോദ്യം, പ്രീവിയസ് ചോദ്യമാണ്. ഇപ്പോ ഈ പറയപ്പെട്ട TK മാധവൻ SNDP യോഗം ശക്തിപ്പെടുത്താനായി രൂപീകരിച്ചതാണ് ധർമ്മഭട സംഘം എന്ന് മനസ്സിലാക്കുക. അതുപോലെ SNDPയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടും TK മാധവൻ പദവി വഹിച്ചു. അപ്പൊ അദ്ദേഹവുമായി SNDPയുമായിട്ട് എന്ത് ചെയ്യുന്നു? കണക്ട് ചെയ്യുന്നു. എടാ ഈ TK മാധവൻ 1915 ആരംഭിച്ച പത്രം ഏതാണ്? TK മാധവൻ 1915 ഒരു പത്രം ആരംഭിച്ചു. പെട്ടെന്നൊന്ന് ആൻസർ പറയാമോ? പെട്ടെന്ന് പറയാമോ? TK മാധവൻ 1915 ആരംഭിച്ച പത്രം. എടാ PSC ചോദ്യമാണ് ദേശാഭിമാനി. 1915 ദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ച വ്യക്തിയാണ് ആര്? TK മാധവൻ. എന്നാൽ 1930 അദ്ദേഹത്തിന്റെ മരണത്തോടു കൂടി ആ പത്രം നിർത്തലാക്കപ്പെട്ടു. എന്നാൽ ഇന്ന് തുടർന്നു കൊണ്ടിരിക്കുന്ന ദേശാഭിമാനിയിട്ട് അദ്ദേഹത്തിന് യാതൊരു ബന്ധവുമില്ല. ഇന്ന് പ്രചാരത്തിലുള്ള ദേശാഭിമാനി പ്രസിദ്ധീകരിക്കുന്നത് CPI-Mന്റെ നേതൃത്വമാണ്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലാണ്. അപ്പൊ ഇന്ന് പ്രസിദ്ധീകരണം നടന്നുകൊണ്ടിരിക്കുന്ന ദേശാഭിമാനി സ്ഥാപിതമായ വർഷം 1942 ഇന്ന് പ്രസിദ്ധീകരണം നടന്നുകൊണ്ടിരിക്കുന്ന ദേശാഭിമാനി സ്ഥാപിതമായ വർഷം 1942 എന്നാൽ 1915 ദേശാഭിമാനി എന്ന പേരിൽ ആദ്യമായിട്ടൊരു പത്രം ആരംഭിച്ച ആരാ? TK മാധവനാണ്. ആ TK മാധവൻ ആരംഭിച്ച ആ പത്രവും ഇന്ന് പ്രസിദ്ധീകരണം നടന്നുകൊണ്ടിരിക്കുന്ന പത്രവുമായിട്ട് യാതൊരു ബന്ധവും ആർക്കില്ല? TK മാധവനില്ല. അദ്ദേഹം 15 ആരംഭിച്ച പത്രം അദ്ദേഹത്തിന്റെ മരണത്തോടു കൂടി എന്ത് ചെയ്യുന്നുണ്ട്? അത് നിർത്തലാക്കപ്പെടുന്നുണ്ട്. വ്യക്തമായിട്ട് പഠിച്ചോണം കേട്ടോ. അത് വ്യക്തമാണ്. TK മാധവനാണ് 1915 എന്ത് ആരംഭിച്ചത്? ദേശാഭിമാനി. അതുപോലെ ഈഴവ സമാജം സ്ഥാപിച്ച ആരാണ്? TK മാധവനാണ്. എന്നാൽ ചോദ്യം ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ അഥവാ ഈഴവ മഹാസഭ എന്നാണ് ചോദ്യമെങ്കിൽ അവിടെ ആൻസർ ആരാ? ഡോക്ടർ പൽപു ആണ്. മാറിപ്പോയത്. ഈഴവ സമാജം ചോദിച്ചാൽ ആരാ? TK മാധവനും
ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ അഥവാ ഈഴവ മഹാസഭ ചോദിച്ചാൽ ആരുമാണ്? ഡോക്ടർ പൽപ്പുവുമാണെന്ന കാര്യം ഓർത്തിരുന്നോണം. അത് വ്യക്തമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഫാക്റ്റ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ടി കെ മാധവൻ ഈ പറയപ്പെട്ട 1915 നേതൃത്വം കൊടുത്ത പത്രമാണ് ദേശാഭിമാനി. എടാ, ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കെതിരെയുമുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി തിരുനെൽവേലിയിൽ വെച്ച് ഗാന്ധിജിയെ കണ്ടുമുട്ടിയ വർഷം. എടാ എന്താ പറഞ്ഞേ? ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കെതിരെയുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഗാന്ധിജി തിരുനെൽവേലിയിൽ വെച്ച് ആര് സന്ദർശിക്കുന്നുണ്ട്? ടി കെ മാധവൻ സന്ദർശിക്കുന്നുണ്ട്. ഏത് വർഷമാണെന്ന് പറയാമോടാ? ഇത് കേരള PSC 2022 ചോദിച്ച ചോദ്യമാണ്. ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കെതിരെയുമായി ഈ പറയപ്പെട്ട ടി കെ മാധവൻ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന അവസരത്തിൽ തിരുനെൽവേലിയിൽ വെച്ച് ഗാന്ധിജിയെ മീറ്റ് ചെയ്യുന്നു. ഏത് വർഷമാണ് എന്ന് ചോദിച്ചാൽ 1921 അത് കേരള PSC ചോദിച്ച ചോദ്യമാണ്. 1921 ഈ പറയപ്പെട്ട പോരാട്ടത്തിന്റെ ഭാഗമായി തിരുനെൽവേലിയിൽ വെച്ച് ആരെ മീറ്റ് ചെയ്യുന്നു? ഗാന്ധിജിയെ കണ്ടുമുട്ടുന്നു. പറയുന്ന മനസ്സിലാവുന്നുണ്ടോടാ? ഓക്കെ അല്ലേ? ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണോടാ? ഓക്കെ ആണ്. ഓക്കെ അല്ലേ? അപ്പൊ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. ശ്രദ്ധിച്ചോ. അടുത്ത ചോദ്യം, അയ്യങ്കാളിയെ തളരാത്ത യോദ്ധാവ് എന്ന് വിശേഷിപ്പിച്ച വ്യക്തി. ഓപ്ഷൻ അവിടെ തന്നിട്ടുണ്ട്. നിങ്ങളുടെ ആൻസർ എന്ത് ചെയ്യാം? കമന്റ് ചെയ്യാം. അയ്യങ്കാളിയെ തളരാത്ത യോദ്ധാവ് എന്ന് വിശേഷിപ്പിച്ച വ്യക്തി. നിങ്ങളുടെ ആൻസറുകൾ കമന്റ് ചെയ്യാം. അതോടാ ഓപ്ഷൻ ഏതാ? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? കമന്റ്. എടാ, ഈ പറയപ്പെട്ട ചോദ്യത്തിന്റെ ആൻസർ അയ്യങ്കാളിയെ തളരാത്ത യോദ്ധാവ് എന്ന് വിശേഷിപ്പിച്ചത് അഥവാ അൺടയറിംഗ് വാരിയർ എന്ന് വിശേഷിപ്പിച്ചത് നമ്മുടെ ഗാന്ധിജിയാണ്, അല്ലെങ്കിൽ മഹാത്മാ ഗാന്ധിയാണ്. നമ്മൾ മഹാത്മാഗാന്ധിയെ കുറിച്ച് പഠിക്കുമ്പോൾ, അയ്യങ്കാളിയെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായും ഒരു വിശേഷണം മാത്രമേ പഠിച്ചു വെക്കാറുള്ളൂ. എന്താ വിശേഷണം? അയ്യങ്കാളി പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ച ആരാ? ഗാന്ധിജിയാണ്. എടാ, അതുപോലെ തന്നെ ഗാന്ധിജി അയ്യങ്കാളി കൊടുത്ത മറ്റൊരു വിശേഷണമാണ് അൺടയറിംഗ് വാരിയർ അഥവാ തളരാത്ത യോദ്ധാവ്. എന്താണ്? അൺടയറിംഗ് വാരിയർ അഥവാ തളരാത്ത യോദ്ധാവ് എന്ന് വിശേഷിപ്പിച്ചു. ആ തളരാത്ത യോദ്ധാവ് എന്ന് വിശേഷിപ്പിച്ചത് ആര് തന്നെയാണ്? നമ്മുടെ ഗാന്ധിജി തന്നെയാണ്. അപ്പൊ ഇനി ഈ പറയപ്പെട്ട ആൻസർ വ്യക്തമായിട്ട് പഠിച്ചോണം. അയ്യങ്കാളിയെ തളരാത്ത യോദ്ധാവ് എന്ന് വിളിച്ച വ്യക്തി ആരാ? ഗാന്ധിജിയാണ്. പുലയുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ച ആരാ? ഗാന്ധിജിയാണ്. എന്നാൽ അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ച ആരാടാ? ഇന്ദിരാഗാന്ധിയാണ്. ഏത് അവസരത്തിലാണ് അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് ഇന്ദിരാഗാന്ധി വിശേഷിപ്പിച്ചത്? പ്രതിമ അനാച്ഛാദനം ചെയ്യുമ്പോഴല്ലേ? പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ട അവസരത്തിൽ അല്ലെ? നമുക്കറിയാം അയ്യങ്കാളിയുടെ പ്രതിമ തിരുവനന്തപുരം ജില്ലയിൽ എവിടെ സ്ഥിതി ചെയ്യുന്നു? അയ്യങ്കാളിയുടെ പ്രതിമ വെള്ളയമ്പലം. കറക്റ്റ് ആണ്. വെള്ളയമ്പലത്ത് അയ്യങ്കാളി മാത്രമല്ല, ആരുടെയും പ്രതിമ കൂടി ഉണ്ട്? അക്കാമ ചെറിയാന്റെ പ്രതിമ കൂടി നിലനിൽക്കുന്നുണ്ട് കേട്ടോ. വെള്ളയമ്പലത്ത് ഈ പറയപ്പെട്ട അയ്യങ്കാളി മാത്രമല്ല, അക്കാമ ചെറിയാന്റെ ഒരു സ്റ്റാച്ചു കൂടി ഉണ്ട്. അപ്പോ ഇന്ദിരാഗാന്ധി 1980 കേരള PSC ചോദ്യമാണ്. 1980 ഇന്ദിരാഗാന്ധി ഈ പറയപ്പെട്ട പാളയത്ത് സ്ഥാപിക്കപ്പെട്ട അയ്യങ്കാളിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തുകൊണ്ട് ആ അവസരത്തിൽ പറഞ്ഞ വാക്കുകളാണ് അയ്യങ്കാളിയെ കുറിച്ച് ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചു. അപ്പൊ ആരാ വിശേഷണം? ഇന്ദിരാഗാന്ധിയാണ്. അയ്യങ്കാളി പ്രതിമ എവിടെ സ്ഥിതി ചെയ്യുന്നു? തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയമ്പലത്ത് സ്ഥിതി ചെയ്യുന്നു. ആ പ്രതിമ അനാച്ഛാദന കർമ്മം നിർവഹിച്ച ആരാ? ഇന്ത്യയുടെ ആദ്യ പ്രഥമ വനിതാ പ്രധാനമന്ത്രിയായിട്ടുള്ള അല്ലെ ഈ പറയപ്പെട്ട ഇന്ദിരാഗാന്ധിയാണ്. 1980 അനാച്ഛാദന കർമ്മം നിർവഹിച്ചത്. ആ അയ്യങ്കാളി പ്രതിമയുടെ ശില്പി ആരാടാ?
പറഞ്ഞേ, ആ അയ്യങ്കാളി പ്രതിമയുടെ ശില്പി ആരാ? പെട്ടെന്നാവട്ടെ. അയ്യങ്കാളി പ്രതിമയുടെ ശില്പി ആരാടാ? പറഞ്ഞേടാ. എടാ, അയ്യങ്കാളി പ്രതിമയുടെ ശില്പിയാണ് ഇസ്ര ഡേവിഡ്. ആരാടാ? ഇസ്ര ഡേവിഡ്. ആരാടാ? ഇസ്ര ഡേവിഡ് എന്ന് പറയുന്ന വ്യക്തിയാണ് ആ അയ്യങ്കാളി പ്രതിമയുടെ ശില്പി. അപ്പൊ അദ്ദേഹത്താൽ രൂപീകരിക്കപ്പെട്ട 1980 ആണ് ഈ പറയപ്പെട്ട ഇന്ദിരാഗാന്ധി ആ പ്രതിമ അനാച്ഛാദനം ചെയ്തുകൊണ്ട് എന്ത് പറഞ്ഞത്? അയ്യങ്കാളി ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത്. ഓക്കെ അല്ലടാ? അപ്പൊ തളരാത്ത യോദ്ധാവെന്നും പുലയരുടെ രാജാവെന്ന് വിശേഷിപ്പിച്ച ആരാ? മഹാത്മാഗാന്ധി. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ച ആരാ? ഇന്ദിരാഗാന്ധി. എടാ, ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ച വ്യക്തി കമന്റ് ചെയ്തേ. ഇ.കെ. നായനാർ. ഇ.കെ. നായനാറാണ്. അതുപോലെ കേരള PSC ചോദിച്ചു, ആധുനിക കേരളത്തിലെ പ്രധാന നേതാവെന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ച വ്യക്തി. കേരള PSC ചോദ്യമാണ്, നിക്രോസൊക്കെ നോക്കാം. ആധുനിക കേരളത്തിലെ പ്രധാന നേതാവെന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ച വ്യക്തി പറയാമോ? അത് നിങ്ങളുടെ ഈ പറയപ്പെട്ട ഓപ്ഷൻ തന്നിരിക്കുന്ന ഓപ്ഷൻ എ പി സനൽ മോഹൻ ആണെന്ന് പഠിച്ചോളാം. എടാ, കേരള PSC ചോദ്യമാണ്. എടാ, അയ്യങ്കാളിയെ ആധുനിക കേരളത്തിലെ പ്രധാന നേതാവെന്ന് വിശേഷിപ്പിച്ച വ്യക്തി. അയ്യങ്കാളിയെ ആധുനിക കേരളത്തിലെ പ്രധാന നേതാവെന്ന് വിശേഷിപ്പിച്ച വ്യക്തി. അയ്യങ്കാളിയെ ആധുനിക കേരളത്തിലെ പ്രധാന നേതാവെന്ന് വിശേഷിപ്പിച്ച ആരാണ്? പി സനൽ മോഹനാണ്. അപ്പൊ ഒരിക്കൽ കൂടി പറയാം, അയ്യങ്കാളിയെ തളരാത്ത യോദ്ധാവെന്നും ഈ പറയപ്പെട്ട ആരും തളരാത്ത യോദ്ധാവെന്നും പുലയരുടെ രാജാവെന്നും വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ്. അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. അയ്യങ്കാളിയെ ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് വിശേഷിപ്പിച്ചത് ഇ.കെ. നായനാറാണ്. ആധുനിക കേരളത്തിലെ പ്രധാന നേതാവെന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് പി സനൽ മോഹനാണ്. അതുപോലെ അറിയപ്പെടുന്നു ആളിക്കത്തിയ തീപ്പൊരി, അല്ലെ? കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്നു ഉറു പിള്ളൈ. ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചു, ഉറു പിള്ളൈ, ഉറു പിള്ളൈ എന്നറിയപ്പെട്ട വ്യക്തി, ഉറു പിള്ളൈ എന്ന് അറിയപ്പെട്ട വ്യക്തി അത് അയ്യങ്കാളിയാണ്. കേരള സ്പാർട്ടക്കസ് അയ്യങ്കാളിയാണ്. ആളിക്കത്തിയ തീപ്പൊരി അയ്യങ്കാളിയാണ്. അധസ്ഥിതരുടെ പടത്തവൻ അയ്യങ്കാളിയാണ്. ആധുനിക ദളിതരുടെ പിതാവ് അയ്യങ്കാളിയാണ്. പേരിന് മുമ്പിൽ മഹാത്മാ എന്ന് വിശേഷണമുള്ള കേരളത്തിലെ ഒരേ ഒരു നവോത്ഥാന നായകൻ അയ്യങ്കാളിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കർഷക തൊഴിലാളി നേതാവ് ചോദിച്ചാൽ അയ്യങ്കാളിയാണ്, അല്ലെ? ഈ അയ്യങ്കാളി വെല്ലുവണ്ടി സമരം നടത്തി എന്നാടാ? കമന്റ് ചെയ്തേടാ. അയ്യങ്കാളി വെല്ലുവണ്ടി സമരം നടത്തിയ വർഷം കമന്റ് ചെയ്തേ. ഉറുപ്പിള്ളൈ കറക്റ്റ് ആണ്. ഉറുപ്പിള്ളൈ എന്നാണ്. ഉറുപ്പിള്ളൈ കറക്റ്റ് ആണ്. ഉറുപ്പിള്ളൈ കേരള PSC ചോദിച്ചാണ് 1893 വില്ലുവണ്ടി സമരം, അല്ലേ? അതായത് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി, അല്ലെ? ഈ പറയപ്പെട്ട പൊതുവഴികളിലൂടെയുള്ള അവർണന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി വെങ്ങാനൂർ മുതൽ കവടിയാർ വരെ അദ്ദേഹം വില്ലുവണ്ടി സമരം നടത്തി 1893. എടാ, അയ്യങ്കാളിയും ഗാന്ധിജിയും കണ്ടുമുട്ടിയ വർഷം എന്നാടാ? അയ്യങ്കാളിയും ഗാന്ധിജിയും കണ്ടുമുട്ടിയ വർഷം എന്നാടാ? പറഞ്ഞേടാ. അയ്യങ്കാളിയും ഗാന്ധിജിയും കണ്ടുമുട്ടിയ വർഷം. അയ്യങ്കാളിയും വർഷം സെയിം അല്ലേ? 1893 എടാ, 1912 1912 അയ്യങ്കാളിയും ശ്രീനാരായണഗുരുവും തമ്മിൽ കണ്ടുമുട്ടുന്നു. അയ്യങ്കാളിയും ഗാന്ധിജിയും ആണെങ്കിൽ 1937 അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവാണെങ്കിൽ 1912 വ്യക്തമായി പഠിച്ചോണം. അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടുന്നത് 1912 അയ്യങ്കാളിയും ഗാന്ധിജിയും തമ്മിൽ കണ്ടുമുട്ടുന്നത് 1937 1912 ശ്രീനാരായണ ഗുരുവിനെ എവിടെ വെച്ച് കണ്ടു? ബാലരാമപുരത്ത് വെച്ച് കണ്ടു. 37 ഗാന്ധിജി എവിടെ വെച്ച് മീറ്റ് ചെയ്തു? വെങ്ങാനൂരിൽ വെച്ച് കണ്ടു. വ്യക്തമായി പഠിച്ചോണം കേട്ടോ. അയ്യങ്കാളിയും ഗാന്ധിജിയും തമ്മിൽ കണ്ടുമുട്ടിയ വർഷം 1937 അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടിയ വർഷം 1912
അപ്പൊ ശ്രീനാരായണഗുരുവിനെ കണ്ടുമുട്ടുന്നത് ബാലരാമപുരത്ത് വെച്ചാണെങ്കിൽ 37 ഗാന്ധിജിയെ കണ്ടുമുട്ടുന്നത് വെങ്ങാനൂരിൽ വെച്ചാണ്. അത് വ്യക്തമായി പഠിച്ചോണം. ഈ 1912 അയ്യങ്കാളി നേതൃത്വം കൊടുത്ത പ്രധാനപ്പെട്ട പ്രക്ഷോഭമാണ് നെടുമങ്ങാട് ചന്തലഹള. നെടുമങ്ങാട് ചന്തലഹള 1912. കല്ലുമാല സമരം 1915. ഊരട്ടമ്പലം ലഹള 1915 നടന്നു. ദളിത് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടിയിട്ടാണ് ഊരട്ടമ്പലം ലഹള നടന്നത്. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? എടാ, അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം പറ. കേരള PSC ചോദ്യം. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി, അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം പറഞ്ഞേടാ. ആയിരത്തി 2002 2010 ആണ്. 2010 അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി എന്ത് ചെയ്ത് ആവിഷ്കരിക്കപ്പെട്ടു. 2010 കാര്യം ഓർത്ത് വെച്ചോണം കേട്ടോ. 2010 കുഴപ്പമില്ലടാ, തെറ്റുന്നത് പഠിച്ചാൽ മതി, കറക്റ്റ് ആയിട്ട് അങ്ങ് പഠിച്ചാൽ മതി കേട്ടോ. ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. 2010 ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോടാ? എന്തെങ്കിലും വ്യക്തത കുറവുണ്ടോ? കാരണം എനിക്കിത് മാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ചെറിയൊരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. അത് റീഡിംഗ് വീലാണ് കിടക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള എഴുതാൻ ഞാനത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാമായിരുന്നു. പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ആണ്. അപ്പോ അത് വ്യക്തമായിട്ട് പഠിക്കുക. തളരാത്ത യോദ്ധാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാ? നമ്മുടെ മഹാത്മാ ഗാന്ധി ആണെന്ന് വ്യക്തമായിട്ട് പഠിക്കുക. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ചോദ്യം, ഒരു ചോദ്യം കൂടി നമുക്ക് നോക്കാടാ. ഒരു ചോദ്യം കൂടി നോക്കാം, നോക്കിക്കോ. പൊയ്കയിൽ യോഹന്നാനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക എന്നാണ് ചോദ്യം. പൊയ്കയിൽ യോഹന്നാൻ അഥവാ കുമാരഗുരുദേവൻ. ഒന്നാമത്തെ ചോദ്യം, സാധുജന പരിപാലന സംഘത്തിൽ അംഗമായിരുന്ന നവോത്ഥാന നായകനായിരുന്നു പൊയ്കയിൽ യോഹന്നാൻ. സാധുജന പരിപാലന സംഘത്തിൽ അംഗമായിരുന്ന നവോത്ഥാന നായകനായിരുന്നു ആര്? പൊയ്കയിൽ യോഹന്നാൻ. രണ്ടാമത്തെ പ്രസ്താവന, രണ്ടാം ലോക മഹായുദ്ധത്തെ തുടർന്ന് യുദ്ധവിരുദ്ധ ജാഥയ്ക്ക് നേതൃത്വം നൽകി. രണ്ടാം ലോക മഹായുദ്ധത്തെ തുടർന്ന് യുദ്ധവിരുദ്ധ ജാഥയ്ക്ക് നേതൃത്വം നൽകി. മൂന്നാമത്തെ പ്രസ്താവന, 1911 1921 ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വ്യക്തി. നാലാമത്തെ പ്രസ്താവന, വാകത്താനം ലഹള പൊയ്കയിൽ യോഹന്നാനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വാകത്താനം ലഹള പൊയ്കയിൽ യോഹന്നാനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇതിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. പറഞ്ഞോ. 2 4 ശരിയായ പ്രസ്താവന. ഓക്കെ, വേറെ ഏതെങ്കിലും? 1 4. ഓക്കെ, അപ്പോ ഇതിൽ പറയപ്പെട്ട ശരിയായ പ്രസ്താവന അത് 1 ശരിയാണ്, 4 ശരിയാണ്. 1 4 ഇവിടെ ശരിയായ പ്രസ്താവന. 1 4 ഇവിടെ ശരിയായ പ്രസ്താവന. കാര്യം ഓർത്തിരിക്കുക. അതായത് നമുക്കറിയാം പൊയ്കയിൽ യോഹന്നാൻ നേതൃത്വം കൊടുത്ത പ്രസ്ഥാനം നിങ്ങൾക്കറിയാം, ദളിത് മോചന പ്രസ്ഥാനമാണ്. PRDS അഥവാ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന പേരിൽ അറിയപ്പെടും. 1909 പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിക്കപ്പെട്ടത്. വ്യക്തമായിട്ട് കേട്ടോണം. അപ്പൊ 1909 ഈ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിക്കുന്നതിന് മുമ്പ് 1907 അയ്യങ്കാളി നേതൃത്വം കൊടുത്ത ദളിത് മോചന പ്രസ്ഥാനമായിട്ടുള്ള സാധുജന പരിപാലന സംഘത്തിൽ ആര് അംഗമായി പ്രവർത്തിച്ചു? പൊയ്കയിൽ യോഹന്നാൻ അംഗമായി പ്രവർത്തിച്ചു. അത് വ്യക്തമായിട്ട് പറയപ്പെടുന്ന വസ്തുതയാണ്. അപ്പൊ 1907 സാധുജന പരിപാലന സംഘം അയ്യങ്കാളി തുടങ്ങുന്നു. അപ്പൊ ആ സംഘത്തിൽ ഈ പറയപ്പെട്ട ആര് പ്രവർത്തിച്ചിരുന്നു? പൊയ്കയിൽ യോഹന്നാൻ പ്രവർത്തിച്ചിരുന്നു. പിന്നീട് 1909 കൂടിയാണ് സ്വന്തം നിലയിൽ ഒരു ദളിത് മോചന പ്രസ്ഥാനം ആര് തുടങ്ങുന്നു? പൊയ്കയിൽ യോഹന്നാൻ തുടങ്ങുന്നു. ആ ദളിത് മോചന പ്രസ്ഥാനമാണ് PRDS അഥവാ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. എവിടെ ആസ്ഥാനമായി? പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂർ ആസ്ഥാനമായി. ഓക്ടല്ലേടാ, വ്യക്തമായിട്ട് പഠിച്ചോണം. ഇത് പറയപ്പെട്ട കാര്യം വ്യക്തമായി പഠിച്ചോണം. ഈ രീതിയിലൊക്കെ നിങ്ങളെ ട്രാപ്പ് ചെയ്തുകൊണ്ട് ചോദിക്കും.
അപ്പൊ സാധുജന പരിപാലന സംഘത്തിൽ അംഗമായ നവോത്ഥാന നായകനായിരുന്നു ആര്? പൊയ്കയിൽ യോഹന്നാൻ. ഇനി രണ്ടാമത്തെ പ്രസ്താവന, അത് തെറ്റാണ്. എന്തുകൊണ്ട് തെറ്റാണ്? രണ്ടാം ലോക മഹായുദ്ധത്തെ തുടർന്നല്ല, മറിച്ച് എന്താണ്, ഒന്നാം ലോക മഹായുദ്ധ സമയത്താണ് യുദ്ധവിരുദ്ധ ജാഥയ്ക്ക് ആര് നേതൃത്വം നൽകിയത്? പൊയ്കയിൽ യോഹന്നാൻ നേതൃത്വം നൽകിയത് അല്ലെ. നമുക്കറിയാം ഒന്നാം ലോക മഹായുദ്ധം 1914 മുതൽ 1918 വരെയാണ് ഒന്നാം ലോക മഹായുദ്ധം. ആ ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ലോകം മുഴുവൻ യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഈ പൊയ്കയിൽ യോഹന്നാൻ സമാധാനം, ലോകത്തിന് സമാധാനമാണ് ആവശ്യം അല്ലെ. ഈ പറയപ്പെട്ട ലോകത്തിന് സമാധാനമാണ് ആവശ്യം, യുദ്ധമല്ല, യുദ്ധം നിർത്തൂ എന്ന ആഹ്വാനം ചെയ്തുകൊണ്ട് ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തി. അത് ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിലാണ്, രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിലല്ല. അതാണ് അവിടെ തെറ്റ്. അപ്പൊ ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്ന് യുദ്ധവിരുദ്ധ ജാഥ നടത്തി. എവിടെ മുതൽ ഇടം വരെ? മാരംകുളം മുതൽ കുളത്തൂർ കുന്ന് വരെ. എവിടെയാണ്? മാരംകുളം മുതൽ കുളത്തൂർ കുന്ന് വരെ. അതായിരുന്നു യുദ്ധവിരുദ്ധ ജാഥ. മാരംകുളം മുതൽ കുളത്തൂർ കുന്ന് വരെ അല്ലെ. എന്താ മുദ്രാവാക്യം? സമാധാനം, ലോകത്തിന് സമാധാനം, സമാധാനം, ലോകത്തിന് സമാധാനം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്ന് ഈ പറയപ്പെട്ട യുദ്ധവിരുദ്ധ ജാഥയ്ക്ക് പൊയ്കയിൽ യോഹന്നാൻ നേതൃത്വം നൽകി. എടാ കറക്റ്റ് അല്ലേ? ഇനി മൂന്നാമത്തെ പ്രസ്താവന, എന്താ തെറ്റ്? ആ വർഷമാണ് തെറ്റ് അല്ലെ. ഇത് കേരള PSC 2023 കേരള PSC നടത്തിയ മത്സര പരീക്ഷയിൽ 3 തവണ റിപ്പീറ്റ് അടിച്ച ചോദ്യമാണ്. ശ്രീമൂലം പ്രജാസഭയിലേക്ക് ഈ പറയപ്പെട്ട പൊയ്കയിൽ യോഹന്നാൻ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വർഷം. അത് 1921 1931 1921 1931 ശ്രീമൂലം പ്രജാസഭയിലേക്ക് ആര് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത്? പൊയ്കയിൽ യോഹന്നാൻ. മറിച്ച് 11 അപ്പൊ 1921 1931 ശ്രീമൂലം പ്രജാസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട, നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ദളിതനാണ് ആര്? പൊയ്കയിൽ യോഹന്നാൻ. എന്നാൽ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ദളിതൻ ആരാണ്? പറഞ്ഞേ, പെട്ടെന്നാവട്ടെ, നമുക്ക് ഇതിലൂടെ പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാം. ശ്രീമൂലം പ്രജാസഭമായ ആദ്യ ദളിതൻ അയ്യങ്കാളി. ഏത് വർഷം? ഏത് വർഷമാടാ ശ്രീമൂലം പ്രജാസഭയിൽ അയ്യങ്കാളി അംഗമാവുന്ന? ഏത് വർഷമാടാ? പെട്ടെന്ന് പറഞ്ഞേടാ. എടാ 1911 വ്യക്തമായി പഠിച്ചോളൂ. 1911 1911 അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ ആദ്യമായി അംഗമാകുന്നു, ആദ്യ ദളിതൻ. തുടർച്ചയായി 28 വർഷം, PSC ചോദ്യമാണ്, തുടർച്ചയായി 28 വർഷം അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നു. വ്യക്തമായി പഠിച്ചോണം. അതുപോലെ 21 31 തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ആര്? പൊയ്കയിൽ യോഹന്നാൻ. നാലാമത് പറഞ്ഞു വാകത്താനം ലഹള. അത് പൊയ്കയിൽ യോഹന്നാൻ ബന്ധപ്പെട്ടതാണ്. അതായത് ക്രിസ്തു മതത്തിലേക്ക്, ഹൈന്ദവ മതത്തിൽ ജനിച്ച് ക്രിസ്തു മതത്തിലേക്ക് ആകർഷണനായി ഈ പറയപ്പെട്ട ക്രിസ്തു മതം സ്വീകരിച്ച വ്യക്തിയാണ് ആര്? പൊയ്കയിൽ യോഹന്നാൻ. പക്ഷെ ക്രിസ്തു മതം സ്വീകരിച്ചിട്ടും ആ മതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാവിധ പ്രശ്നങ്ങളെയും പരിഹരിച്ച് കണ്ടെത്തിയ പൊയ്കയിൽ യോഹന്നാൻ ഈ പറയപ്പെട്ട ബൈബിൾ കത്തിച്ച് പ്രതിഷേധിച്ചു. അതായിരുന്നു ഏത്? വാകത്താനം ലഹള. വാകത്താനം ലഹള ബൈബിൾ കത്തിച്ച് പ്രതിഷേധിച്ച ലഹളയാണ് പൊയ്കയിൽ യോഹന്നാൻ. അത് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പൊയ്കയിൽ യോഹന്നാനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് അദ്ദേഹം അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് ഈ പറയപ്പെട്ട ബൈബിൾ വായന കൊണ്ട് മാത്രം ഈ പറയപ്പെട്ട അവശത അനുഭവിക്കുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങൾ തീരുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു പൊതുവേദിയിൽ വെച്ച് അദ്ദേഹം ബൈബിൾ അഗ്നിക്കിരയാക്കുന്നു. അങ്ങനെ ആ പൊതുവേദിയിൽ കൂടിയിരുന്ന ഈ പറയപ്പെട്ട സകലമാന വ്യക്തികളും ഈ പറയപ്പെട്ട ആ പ്രതിഷേധത്തിൽ പങ്കുചേർന്നുകൊണ്ട് അവരും അവരുടെ ബൈബിളിൽ തീയിലിട്ട് കത്തിച്ചു. അത് സവർണർക്കിടയിൽ, സവർണ ക്രിസ്ത്യാനികൾക്കിടയിൽ വലിയ രീതിയിൽ രോക്ഷം കൊള്ളുകയും ആ ലഹള പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തു. അതാണ് വാകത്താനം ലഹള. അതുപോലെ ഈ പറയപ്പെട്ട വാകത്താനം ലഹള കൂടാതെ കൊഴുക്കും ചിറ ലഹള പൊയ്കയിൽ യോഹന്നാനുമായി ബന്ധപ്പെട്ടതാണ്. മുണ്ടക്കയം ലഹള പൊയ്കയിൽ യോഹന്നാനുമായി ബന്ധപ്പെട്ടതാണ്. വാകത്താനം ലഹള, കൊഴുക്കും ചിറ ലഹള, മുണ്ടക്കയം ലഹള, വെള്ളിനടി സമരം. അതുപോലെ ഈ പറയപ്പെട്ട ഏതാണ്
ഇതൊക്കെ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അദ്ദേഹം നടത്തിയ അടിലഹളകളുമായി ബന്ധപ്പെട്ടതാണ്. അതായത് അവശത അനുഭവിക്കുന്ന സമുദായത്തിന്റെ ഈ പറയപ്പെട്ട പ്രശ്നപരിഹാരങ്ങൾക്ക് വേണ്ടി അദ്ദേഹം സ്വീകരിച്ച സമരമുറയാണ് അടിലഹളകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ പ്രധാനപ്പെട്ട അടിലഹളകളാണ് വാകത്താനം ലഹള, കൊഴുക്കം ചിറ ലഹള, മുണ്ടക്കയം ലഹള, ഈ പറയപ്പെട്ട വെള്ളിനടി സമരം. ഇതൊക്കെ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പൊയ്കയിൽ യോഹന്നാൻ. അപ്പൊ അടിലഹള എന്നൊരു വാക്യം കണ്ടാൽ നിങ്ങൾ ആരെ ചൂസ് ചെയ്താൽ മതി? നമ്മുടെ പൊയ്കയിൽ യോഹന്നാനെ ചൂസ് ചെയ്താൽ മതി, വേറെ ഒന്നും ചിന്തിക്കണ്ട. ഓക്കെ അല്ലടാ? അപ്പോ ഇതിൽ പറയപ്പെട്ട പ്രസ്താവന, ശരിയായ പ്രസ്താവന ഇതൊക്കെയാ. സാധുജന പരിപാലന സംഘത്തിൽ അംഗമായിരുന്നു, വാകത്താൻ ലഹള പൊയ്കയിൽ യോഹന്നാനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ മറ്റു രണ്ട് പ്രസ്താവന എന്തുകൊണ്ട് തെറ്റാണെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. എടാ ഓക്കെ ആണോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചേടാ. ഓക്കെ ആണ്. ഈ സെക്ഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോടാ? ഉപകാരപ്പെട്ടു. എടാ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ മൈക്ക് ഒന്ന് ഓണാക്കി കമന്റ് ചെയ്തേടാ. പറഞ്ഞേ എന്തെങ്കിലും സംശയം ഉണ്ടോ എങ്കിൽ ഞാൻ അത് സംശയം തീർത്തു തരാം. ഹാൻഡ് റൈസ് ചെയ്യുന്നുണ്ട്, അപ്പൊ മൈക്ക് ഓണാക്കി പറഞ്ഞോടാ. ഓക്കെ, ക്ലാസ് ഇഷ്ടപ്പെട്ടു. ഓക്കെ ആണ്. എടാ കുറച്ച് പരിമിതമായ സമയമേ ഉള്ളൂ. അപ്പൊ ഒരുപാട് ഫാക്റ്റുകൾ ഇങ്ങനെ പറഞ്ഞു തരണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ പറയപ്പെട്ട കൂടുതൽ ഫാക്റ്റുകൾ ഉൾപ്പെടുത്തി എന്ത് ചെയ്യാം, ക്ലാസ് തുടർന്ന് പോവാം. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സജഷൻസ് എനിക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. ഈ വരുന്ന LD ഏത് വിധേനയും അല്ലെ അത് എഴുതിയെടുക്കണം. 2025 നിങ്ങൾ ഈ പറയപ്പെട്ട അഡ്വൈസ് വാങ്ങിക്കുന്ന ഒരു നിലയിലേക്ക് നിങ്ങൾ എത്തണം. അതാണ് ഈ പറയപ്പെട്ട എല്ലാ അധ്യാപകരും ആഗ്രഹിക്കുന്നത്. ആ പോരാട്ടം അതേ രീതിയിൽ കൊണ്ടുപോവുക. ഡേറ്റുകളൊക്കെ അടുത്തിരിക്കുകയാണ്. മാക്സിമം നിങ്ങൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നല്ല റാങ്കുകളിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. വെറും പഠനം മാത്രം കൊണ്ട് ഉപയോഗമില്ല. ഈ പറയപ്പെട്ട മാക്സിമം എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾ ഒരിക്കലും ഉപദേശിക്കുന്നതായിട്ട് തോന്നരുത് കേട്ടോ. നിങ്ങൾ ഈ പറയപ്പെട്ട എല്ലാവരും ജോലി വാങ്ങിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് മാക്സിമം എന്ത് ചെയ്യുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യണം. ഒരു ദിവസം ഒരു പേപ്പറെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, വർക്ക്ഔട്ട് ചെയ്യണം. അതിനോടൊപ്പം പഠനം എന്ത് ചെയ്യുക, മുന്നോട്ട് കൊണ്ടുപോവുക. ഓക്കെ അല്ലേ? അപ്പൊ ഈ സെക്ഷൻ മൈൻഡ് അപ്പ് ചെയ്യാമോ? ഓക്കെ ആണോടാ? ഓക്കെ, ശരി ശരി. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. പുതിയ ചോദ്യങ്ങളുമായിട്ടും ഈ പറയപ്പെട്ട അനുബന്ധ ഫാക്റ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. തൽക്കാലം ഈ സെക്ഷൻ മൈൻഡ് അപ്പ് ചെയ്യണേ. സാറേ ഞാൻ ലീവ് ചെയ്തിട്ടോ? സാറ് പോയോ?